ഈശോമിശിഹായ്ക്ക് നിങ്ങൾക്കെല്ലാം സുഖമാണല്ലോ അല്ലേ? നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും നമുക്കൊരു പരിശുദ്ധാത്മാവിനെ ഒന്ന് സ്നേഹത്തോടെ ക്ഷണിച്ച് നമുക്കൊരു ഗാനത്തിൻ്റെ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഗാനത്തിൻ്റെ കുറച്ച് വരികൾ പാടി പ്രാർത്ഥിക്കാം. വലിയ സ്നേഹത്തോടെ, വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവിനെ സ്നേഹത്തോടെ ക്ഷണിച്ച് എൻ്റെ ആത്മാവിൽ അവിടുന്ന് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ സ്നേഹത്തോടെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു വിശുദ്ധർക്ക് ശക്തി പകർന്നതുപോലെ, രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ആത്മാവിൽ നിറഞ്ഞ് വസിക്കണമേ. ഞങ്ങളെ അങ്ങ് ദൈവസ്നേഹ തീക്ഷ്ണതയാൽ ജ്വലിപ്പിക്കണം. ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഓ പരിശുദ്ധമായ അവിടുന്ന് ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു വസിക്കണം. നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധ റൂഹായേ, പരിശുദ്ധ റൂഹായേ, ഓ പരിശുദ്ധ റൂഹായേ, ഓ പരിശുദ്ധ റൂഹായേ, സ്ഥൈര്യലേപനത്തിലൂടെ ഞങ്ങളുടെ ആത്മാവിന്റെ അവകാശമായി തീർന്ന ഞങ്ങളുടെ ജീവിതത്തിന്റെ സ്വന്തമായി മാറിയ നല്ല പരിശുദ്ധാത്മാവേ, അവിടുന്ന് വലിയ ശക്തിയോടെ വലിയ അധികാരത്തോടെ ആഴമുള്ള സ്നേഹത്തോടെ ഞങ്ങളിൽ നിറഞ്ഞു വസിക്കണമേ. അങ്ങയുടെ ആത്മാവിന് നിരന്തരം വസിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും ജീവിതത്തെയും ബന്ധങ്ങളെയും കുടുംബത്തെയും ജോലി മേഖലകളെയും കാത്തു സൂക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഓ ഈശോയെ, ആധ്യാത്മിക വരദാനങ്ങളുടെ ഉറവിടമായ അങ്ങയുടെ ആത്മാവിനെ വലിയ ശക്തിയോടെ ഞങ്ങളിലേക്ക് അയക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അങ്ങ് നൽകിയ ദൈവാത്മാവിനെ സ്നേഹത്തോടെ കൂടെ കൂട്ടുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതി. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15, 6 മുതലുള്ള തിരുവചനങ്ങൾ. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങൾക്കെല്ലാം സുഖമാണോ? നല്ല സുഖമാണോ? സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നോ? കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കുന്നില്ല? ഒട്ടും കേൾക്കുന്നില്ല? എൻ്റെ സ്വരം കേൾക്കാൻ പറ്റുന്നില്ല.
ഞാൻ കുറേയൊക്കെ ഉറക്കെ പറയാൻ ശ്രമിക്കാം. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ കേൾക്കാൻ തുടങ്ങുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. കുറച്ച് ഈ ഫാനിൻ്റെ ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം കേൾക്കാൻ നന്നായിട്ട് ഇപ്പം കേൾക്കുന്നുണ്ട്. ഇപ്പം കുഴപ്പമില്ല. കുറച്ച് എൻ്റെ സ്വരത്തിൻ്റെയാണ്. ഈ നാട്ടിൽ കൂടെ എല്ലാം നിറച്ച് കണ്ട പനിയൊക്കെ പറന്ന് കിടക്കണല്ലേ. ഞാൻ പാലക്കാട് രൂപതയിലെ അച്ഛനാണ്. പാലക്കാട് രൂപതയിലെ അച്ഛൻ എന്നെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഏതോ അച്ഛൻ എങ്ങാണ്ട്. പാലക്കാട് രൂപതയിലെ അച്ഛനാണ് ഞാൻ. പാലക്കാട് രൂപതയിൽ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് അവിടെ പ്രധാനമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം. ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ശുശ്രൂഷയാണ്. ഫാമിലി അപ്പോസ്റ്റലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുടുംബ പ്രേക്ഷിതത്വം. അപ്പം പാലക്കാട് രൂപതയിൽ നടക്കുന്ന വിവാഹ ഒരുക്ക കോഴ്സുകൾ, കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ, കുടുംബങ്ങൾ, വിധവകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ ശുശ്രൂഷ ചെയ്യാൻ കൂടിയാണ് പിതാവ് എന്നെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദൗത്യം അതാണ്. ഞാനത് 4-5 വർഷമായി ആ ശുശ്രൂഷയൊക്കെ അതും ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ഏതാണ്ട് അച്ഛനാകുന്ന കാലത്ത് സെമിനാരിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം സെമിനാരിൽ ഇങ്ങനെ കുടുംബത്തെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അങ്ങനെയാണല്ലോ, വിവാഹം, കുടുംബം തുടങ്ങിയ വിഷയങ്ങൾ, അവയുടെ ധാർമ്മിക വിഷയങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പഠിപ്പിക്കും. അപ്പം ഞാനിങ്ങനെ ആ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, ഇതൊക്കെ കാര്യമായി പഠിക്കണം, എന്നിട്ട് ഇതൊക്കെ ഓർത്തു വയ്ക്കണം, എന്നിട്ട് ഇതൊക്കെ അച്ഛനായി കഴിയുമ്പം ആൾക്കാരുടെ അടുത്ത് പറയണം എന്നൊക്കെ ഓർത്ത് സെമിനാരിൽ ചെറുതായിരിക്കുമ്പം, കുറേ വർഷം മുമ്പത്തെ കാര്യമാണ്. അച്ഛനായിട്ട് ഇപ്പോൾ 10-15 വർഷമായി, വയസ്സൊക്കെ ആയി, വാർദ്ധക്യമൊക്കെ ബാധിച്ച് ഇങ്ങനെ പ്രാഞ്ചി നടക്കുന്ന സമയമാണിപ്പോൾ. അപ്പോൾ അന്ന് ഞാനിങ്ങനെയൊക്കെ വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു, ഇതിപ്പം ആവശ്യം വരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കുറച്ചൊക്കെ പഠിച്ചേക്കാം. അത് കഴിഞ്ഞ് എൻ്റെ പൗരോഹിത്യ ജീവിതകാലത്ത് ഒത്തിരി കാലഘട്ടത്തിലും ഈ കുടുംബവുമായി ബന്ധപ്പെട്ട പലതരം ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് അഭിയുന്ന പിതാവ് വഴി എന്നെ പരമേൽപ്പിച്ചു. ഞാനും അതോർത്തു, അന്ന് നമ്മളിങ്ങനെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചു ഞാൻ. ഏതായാലും മുൻപ് ഈ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരുന്നു ഞാൻ പഠിക്കാനൊക്കെ പോകുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞിട്ട് അതിപ്പോൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പം നമുക്ക് ഭയങ്കര സങ്കടം വരാൻ തുടങ്ങും. നിങ്ങൾ അവർക്ക് ഇതെന്താ സങ്കടം വരുന്നതെന്ന്. സങ്കടം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സങ്കടം വരുന്നതിൻ്റെ കാരണം ഇതാണ്, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോലെയൊക്കെ പോകണമെങ്കിലും അതിൻ്റെ അകത്തേക്കൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ, വീടിനകത്ത് കയറി നോക്കിയാലെന്നല്ല പറഞ്ഞത്, കുടുംബജീവിതത്തിൻ്റെ അകത്തേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര കഷ്ടമാണ് പല സ്ഥലത്തും. നിങ്ങളുടെ കാര്യമൊന്നും അല്ല പറഞ്ഞാൽ, പാകിസ്ഥാനിലെ ആൾക്കാരുടെ കാര്യം പറയാം. നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. പലപ്പോഴും പല കുടുംബങ്ങളെയും അടുത്തറിഞ്ഞു നോക്കുമ്പം അവർക്ക് ഭയങ്കരമായ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ദമ്പതികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മാതാപിതാക്കളും പിള്ളേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കുറെ പേർക്കാണ് സാമ്പത്തിക പ്രശ്നങ്ങളുള്ളത്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ കുടുംബങ്ങളൊക്കെ വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. ഞാനിങ്ങനെ ഓർത്തു, ഇതൊക്കെ എല്ലാ കാലത്തും ഒക്കെ ഉള്ളതല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, പണ്ട് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലാണ് ഇപ്പോൾ എന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലാണ് നമ്മളുടെ കുടുംബങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ, കുടുംബജീവിതം നയിക്കുന്നവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ. പലതും അതിഭീകരമാണ്. പല ആളുകളും കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ പറയണ കാര്യം എന്നറിയാമോ? എൻ്റെ പൊന്നച്ചാ, ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അല്ലേ? അങ്ങനെ ആൾക്കാർ പറയാം. നിങ്ങളുടെ കൂടുതൽ കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടോ? എന്താ നിങ്ങളെന്താ കുറെ പേരെ രൂക്ഷമായി നോക്കുന്നു? പണ്ട് കാലത്ത് ഒരു പറ്റിയത് പിന്നെ ഇപ്പം ഇരുന്ന് ഓർപ്പിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് വേണ്ടാതീനൊന്നും ചോദിച്ചില്ലല്ലോ. കല്യാണം കഴിച്ച ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ ഇതുമാതിരി കണ്ണു വീഴ്ച പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കല്യാണമൊക്കെ കഴിച്ചതാണ്. ഈ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ പറയും, എൻ്റെ പൊന്നച്ചാ ഇതൊന്നും ശരിയാവത്തില്ല. പല ആളുകളും പറയുന്ന കാര്യം എന്താണെന്നറിയോ? എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഇത് നടക്കുകയല്ല. അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. പല കുടുംബങ്ങളിലേക്കും ഇങ്ങനെ കാര്യങ്ങൾ കൂടുതലൂടെ അന്വേഷിച്ച് ചെയ്യുന്ന അതിനകത്തൊന്നും കാണിയല്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഒരു രസമില്ല, ഒരു സന്തോഷമൊന്നുമില്ല. ഇതെന്തും ഇങ്ങനെ
അങ്ങനെ ഇരിക്കുകയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വളരെ രസകരമായ ഒരു കാര്യം നമ്മൾ കണ്ടത്. മത്തായിയുടെ സുവിശേഷം വായിച്ചു നോക്കിയിട്ടുണ്ടോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായം 19-ാമത്തെ അധ്യായം കിട്ടിയോ? അതിൽ 10-ാമത്തെ തിരുവചനം ഉറക്കെ വായിക്കാവോ? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യ ഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണല്ലോ ഭേദം. ഇത് നിങ്ങൾ പറഞ്ഞതല്ല, അതിനൊക്കെ മുമ്പ് ഈശോയുടെ അപ്പസ്തോലൻ. ഇപ്പോഴാണ് ഇത് കാണുന്നതല്ലേ? എത്ര സത്യമായ ദൈവവചനം എന്നും പറഞ്ഞിട്ട് ആണ്ട് ഈ അമ്മച്ചിയാണ് എടുത്ത് അണ്ടർലൈനും ചെയ്ത് വയ്ക്കുന്നു. വരച്ചു വെച്ചു അല്ലേ? അപ്പസ്തോലന്മാർ ഈശോയോട് പറയുകയാണ്, എൻ്റെ കർത്താവേ, ഈ പറഞ്ഞതുപോലെയൊക്കെയാണ് കുടുംബജീവിതമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാണല്ലോ ഭേദം. ഇത് നേരത്തെ വായിച്ചായിരുന്നു വല്ല മഠത്തിലും പോകായിരുന്നു. ഈ സമയത്ത് ഇനിയിപ്പോൾ ഇത് വായിച്ചിട്ട് എന്താ ഇപ്പോൾ കാര്യം എന്ന് ഓർത്തിട്ടാണ്. ഈ കോൺവെന്റിലൊക്കെ പോകാൻ പ്രായത്തിലുള്ള പിള്ളേരോട്ട് കാണാനും ഇല്ല. നിങ്ങളൊക്കെ എവിടെ പോയി? ഒക്കെ വംശനാശം സംഭവിച്ചു പോയെന്ന് തോന്നുന്നു നമ്മുടെ പിള്ളേരൊക്കെ, അല്ലേ? നിങ്ങൾ പണ്ട് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ വളരെ ഗൗരവമുള്ള പ്രതിസന്ധികളിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞത് ചുമ്മാതെയല്ല. വെറുതെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കേ. നമ്മുടെ കുടുംബങ്ങളെ മൊത്തത്തിൽ ഒന്നെടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. നമ്മുടെ കുടുംബങ്ങളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ സാമ്പത്തികമായി താഴ്ന്ന അവസ്ഥയിലാണിപ്പം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മളവർക്കും ഇല്ല, ഞങ്ങൾ വിദേശത്തൊക്കെ പോയി, കുറേ പേര് UK പോയി, അമേരിക്കയ്ക്ക് പോയി, ഉഗാണ്ടയ്ക്ക് പോയി, ഇപ്പം എല്ലാത്തിൻ്റെയും ഇങ്ങനെ കുറേ കാശൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കരുത്. പണ്ട് കാലത്ത് അന്നത്തെ സമൂഹത്തിൽ മറ്റു മനുഷ്യർ ജീവിച്ചിരുന്നതിനേക്കാൾ കുറച്ചും കൂടെ സാമ്പത്തികമായി മെച്ചപ്പെട്ട വിധത്തിലൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ ജീവിച്ചിരുന്നത്. ശരിയല്ലേ? അവരുമായിട്ട് താരതമ്യം ചെയ്താൽ പണ്ട് നമ്മുടെ കാർന്നോന്മാരുടെ കാലമൊക്കെ ഓർത്ത് നോക്കിയോ? അവരൊക്കെ ആ നാട്ടിലെ ചെറിയ പ്രമാണിമാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ കുറഞ്ഞ് ഇങ്ങനെ വന്നു. ആ കാലത്ത് കുടിയേറ്റമൊക്കെ നടത്തി നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്ന ആളുകളെ നിങ്ങൾ പരിശോധിച്ചോളൂ. ഞങ്ങളുടെ പാലക്കാടൊക്കെ കുടിയേറ്റ പ്രദേശമാണ്, വയനാട്ടിൽ, ഇടുക്കിയിൽ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ക്രൈസ്തവരായ ആളുകളെ ആ നാട്ടിലുള്ളവർ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവരെയൊക്കെ ആ നാട്ടിൽ വിളിക്കുന്നത് അച്ചായന്മാര്. അങ്ങനെ കേട്ടില്ല നിങ്ങൾ? അച്ചായന്മാര്, ചേട്ടന്മാര് എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവര് സാധാരണ കരുതുന്നതിനേക്കാൾ, കണ്ടിട്ടുള്ള ആളുകളെക്കാൾ കുറച്ചുകൂടെ വലിയ ആൾക്കാർ, അച്ചായന്മാരാണ് അവർ, ചേട്ടന്മാരാണ്, അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മുടെ പഴയ തലമുറയെ, നിങ്ങളുടെയൊക്കെ കാർന്നോന്മാരെയോ ഒക്കെയുള്ള തലമുറയൊക്കെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളുടെ കാർന്നോന്മാരെയൊക്കെ വഴിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് അച്ചായന്മാരെന്നൊക്കെയാണ്. ഇന്നത്തെ നമ്മുടെ പിള്ളേർ വഴിയിലിറങ്ങി ആരെങ്കിലും അച്ചായന്മാർ ചേട്ടന്മാരെന്ന് വിളിക്കുമോ? കൊച്ചയെന്നല്ലാണ്ട്, അല്ലേ? പണ്ടുണ്ടായിരുന്ന ഒരു പ്രൗഢി അതൊക്കെ എതിലേ പോയി? അതൊക്കെ എങ്ങാണ്ട് കാണാണ്ട് പോയി. എന്നിട്ട് നമ്മളിങ്ങനെ ഇനി ജോലികളാണെന്ന് കരുതിക്കോ. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലും സെൻട്രൽ മിനിസ്ട്രിയിലും ഒക്കെ ഉയർന്ന ജോലികൾ വഹിച്ചിരുന്നവർ ഒത്തിരി പേര് മലയാളികളും അവർ ക്രൈസ്തവരുമായിരുന്നു. അങ്ങനെയായിരുന്നു. മന്ത്രിസഭയിലാവട്ടെ, മറ്റ് ഗവൺമെന്റ് സർവീസുകളിലാവട്ടെ, അങ്ങനത്തെ ആൾക്കാരൊക്കെയാണ്. ഇപ്പം അതിനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ലാണ്ടായി. അത്യാവശ്യം എഴുത്തും വായന അറിയാവുന്ന പിള്ളേരൊക്കെ വല്ല വിദേശത്തും പോയിട്ട് വല്ല കുഞ്ഞു പണിയൊക്കെ ചെയ്തിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങി. ഭരണ സംവിധാനത്തിലോട്ടോ അങ്ങനെയൊന്നും ആരും ഇല്ലാണ്ടുമായി. ശരിയല്ലേ? ഇനി കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുത്ത് നോക്കിക്കേ. പണ്ടൊക്കെ ഒരു കുടുംബത്തിനകത്ത് 10-12 പിള്ളേരൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമായിരുന്നു, അല്ലേ? നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇത്രയോ ആൾക്കാർ ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് ചേട്ടനും അനിയനും അനിയത്തിയോ അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ ഒരു 5 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കേ. 5 കൂടുതലൊക്കെ നല്ലോണം കൈപ്പൊക്ക്. 4 ഉണ്ടെ കൈപ്പൊക്ക്. 4 ഉണ്ടെ കൈപ്പൊക്ക്. 4, 5, 6, 7, 8 അങ്ങനെയൊക്കെ ഉണ്ടെ കൈപ്പൊക്ക്. നന്നായിട്ട് പോക്ക്. ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുവാണോ? ഇത്രയും പേർക്കൊക്കെ അല്ലേ? നിങ്ങൾക്ക് ചേട്ടനും ചേച്ചി അനിയത്തിയൊക്കെ ആയിട്ട് 5 പേരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കള് 4 പേരെങ്കിലും ഉണ്ടെ കൈപ്പൊക്കിയേ. അത്രയും പേർക്കൊക്കെ ഉണ്ട്. കൈ തത്തിയിടും. മറ്റേ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് 4 പേരെങ്കിലും ഉണ്ടെ കൈപ്പൊക്കിക്ക്. വട്ടത്തിൽ നോക്ക്. കണ്ടോ? ഇത്രമാത്രം ആൾക്കാരിയ്ക്കുന്ന ഈ സ്ഥലത്ത്
അവിടെ ഇവിടെ ഓടണം. നോക്കിക്കേ, മക്കളെന്ന് പറയുന്ന വലിയ സമ്പത്തിന്റെ കാര്യത്തിലും നമ്മൾ വല്ലാതെ വീണുപോയി. മക്കൾ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് മക്കളാണ്. ബാക്കിയുള്ളതൊക്കെ വന്നും പോയൊക്കെ ഇരിക്കും. കുറെ പണം ഉണ്ടാക്കിയെന്ന് കരുതുക, അത് വെച്ച് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും? ഒരു വീട് പണിയാൻ പറ്റും, കുറച്ച് സാധനം മേടിക്കാൻ പറ്റും എന്നല്ലാണ്ട് അതിൽ കൂടുതൽ എന്ത് നേടാൻ പറ്റും? അല്ലേ? അങ്ങനെ നിങ്ങൾ നേടി നിങ്ങളുടെ വീട്ടിൽ ഒരു കോടി രൂപയുടെ സമ്പത്തുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങളുടെ കൊച്ചിന് ഒരു അത്യാവശ്യം വന്നു, രോഗമാണ്, എമർജൻസി ട്രീറ്റ്മെന്റ് വേണം, 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് വിൽക്കുകയോ ഇല്ലയോ? വീട് വിൽക്കും, എന്നിട്ട് കൊച്ചിന് ചികിത്സിക്കും. അപ്പൊ ഏതാ വലിയ സമ്പത്ത്? മക്കളാണ്. മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് വർദ്ധിക്കുന്ന കുടുംബങ്ങൾ, സമൂഹം അത് വളരും. അതില്ലാത്ത സമൂഹങ്ങൾ തളർന്ന് ഉണങ്ങി ശുഷ്കിച്ച് ആരുമില്ലാത്തവരും ആർക്കും വേണ്ടാത്തവരുമായിട്ട് മാറും. അവിടെ ഒരു ജീവനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കർത്താവ് അരുൾ ചെയ്തത്, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ പരമ്പരകളായി വർദ്ധിക്കുവിനെന്ന് ദൈവം ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. അതൊരു കൽപ്പനയായി പോലും കർത്താവ് പറഞ്ഞതിന്റെ കാരണം അതാണ്. നിർഭാഗ്യവശാൽ അങ്ങനത്തെ ദൈവത്തിന്റെ ഗൗരവമുള്ള കൽപ്പനകളെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ അങ്ങ് അവസാനിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷം ഇങ്ങനെ കെട്ട് പോകാൻ തുടങ്ങി. ഈ സന്തോഷത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ ഒക്കെ ഉറവിടം ഏതാണെന്നറിയാമോ? അത് കൂട്ടായ്മയാണ്. അതായത് ഒരുമിച്ച് കൂടുന്നിടത്താണ് സന്തോഷമുള്ളത്. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കല്യാണ ആഘോഷം വരും, നമ്മൾ എന്ത് ചെയ്യും? ആരോടും പറയണ്ട, രഹസ്യമായിട്ട് പോയി കെട്ടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കുമോ? ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടും, ഭയങ്കര സന്തോഷമോ, എല്ലാവരും വന്നു എന്നിട്ട് എല്ലാവരും ഒക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് തോന്നും? രസമില്ല എന്ന് തോന്നും, അല്ലേ? നിങ്ങൾക്കൊരു 4 മക്കളുണ്ട്, പിള്ളേരൊക്കെ ഇങ്ങനെ പുറത്ത് ജോലിയൊക്കെയാണ്, ക്രിസ്മസ് ഒക്കെ ആകുന്നു. അപ്പൊ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ 4 മക്കളും അവരുടെ പിള്ളേരൊക്കെ ആയിട്ട് വീട്ടിലോട്ട് വരാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ വീട്ടിലെ വല്യമ്മ, അതായത് അമ്മയുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ വരാനിരിക്കുന്നത്, ക്രിസ്മസ് ആകുമ്പോൾ 4 പിള്ളേരുണ്ട്, അതുങ്ങളുടെ എല്ലാ മക്കളും എല്ലാം കൂടി ഇവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ അമ്മാമ്മ എന്ത് വിചാരിക്കും? തമ്പുരാനെ ഇതുങ്ങളെല്ലാം കൂടി വരുമല്ലോ, പാത്രം കഴുകിയ മനുഷ്യൻ മടുക്കും, വരാണ്ടിരുന്നാൽ മതിയായിരുന്നു, ടിക്കറ്റ് ക്യാൻസൽ ആയിപ്പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുവോ? അതോ എന്തായാലും ശരി അവരൊന്ന് വന്നാ മതിയായിരുന്നു പറഞ്ഞിരിക്കുവോ? നിങ്ങൾ പറ. വന്നാ മതിയായിരുന്നു പറഞ്ഞിരിക്കും, അല്ലേ? ആ പിള്ളേരൊക്കെ, കാരണം എന്താ? അവരെല്ലാരും വന്നാലാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാവുള്ളൂ. ദൈവം അയക്കുന്ന മക്കളെല്ലാരും വരാത്തോണ്ടാണ് നമ്മുടെയൊക്കെ സന്തോഷം പൂർണ്ണമാകാത്തത്. അതൊക്കെ ദൈവം അയക്കുന്നു, നമുക്ക് വേണ്ട, അവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ സന്തോഷമൊക്കെ നമ്മൾ കെടുത്തിക്കളഞ്ഞു. കുഞ്ഞുങ്ങളുടെ എണ്ണം സന്തോഷത്തിന്റെ എണ്ണമാണ് സത്യത്തിൽ. അതൊക്കെ കുറഞ്ഞ് നമ്മുടെ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ചുരുങ്ങി ശുഷ്കിച്ച് ആ പരുവത്തിലായി. ഇനി അടുത്ത കാര്യം എന്നറിയാമോ? എണ്ണം കുറയുന്നതിനനുസരിച്ച് കലഹങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് കലഹങ്ങൾ കൂടും. നമ്മൾ കുറെ പിള്ളേരുണ്ടെന്ന് വിചാരിച്ചോ, അതുങ്ങളൊക്കെ ചുമ്മാ കക്കിരി ബിക്കിരി എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ആകണമെങ്കിൽ അടുത്ത നിമിഷം കൊണ്ട് അവർ വീണ്ടും കൂടി അങ്ങനെയൊക്കെ അങ്ങ് ആകും. 2 പേര് മാത്രമേ ഉള്ളെങ്കിൽ അവർ തമ്മിൽ പിണങ്ങിയതാ. പിന്നെ ഇതിനെ ഇണക്കാനായിട്ടൊന്നും ആരുമില്ല, അവർക്ക് പുതിയൊരു കാര്യം ചെയ്യാനില്ല. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾ അപ്പനും അമ്മയും കൂടെ പിണങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ 2 മാത്രം വീട്ടിൽ ഉള്ളെന്നുണ്ടെങ്കിൽ ആ പിണക്കമായിട്ട് അങ്ങ് പോകും. അത് 4-5 പിള്ളേരുടെ ഉണ്ടല്ലോ, ഓരോ കാര്യത്തിൽ അമ്മ ആദ്യം കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് 2-3 വർത്തമാനം കൊണ്ട് അതങ്ങ് ശരിയാവും. അപ്പം ആളുകളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കലഹങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങി. ഇനി അടുത്ത സ്റ്റേജിൽ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവർക്ക് മറ്റുള്ളവരോട് ഇടപഴകാനുള്ള കഴിവും കുറഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ നിറച്ച് പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കൂടുതൽ കളിച്ചും പഠിച്ചും എല്ലാ കട്ടിലേലും കടന്നും അങ്ങനെയൊക്കെ അങ്ങ് വളരും. 2-3 പിള്ളേരൊക്കെ ഇച്ചിരി പിള്ളേരുടെ വീട്ടിലെങ്ങനെയെന്നറിയോ? എൻ്റെ കട്ടിലെ തൊട്ടാ നിന്റെ കൈ ഞാൻ കിട്ടും, എൻ്റെ ബുക്ക് മറിച്ചിട്ടത് ആരാ ഇവിടെ എന്ന്. പണ്ട് ഇങ്ങനെ 5-8 പിള്ളേരുള്ളപ്പം ബുക്ക് പോയിട്ട് തലമുടി പോലും കാണത്തില്ല, അതുപോലെ ആരും കിടക്കും. അപ്പൊ അവർക്കത് ഭയങ്കര എളുപ്പമാണ്. എന്നിട്ട് പിന്നീട് എന്ത് പറ്റുമെന്നറിയാമോ? ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിയുമ്പം മറ്റൊരാളെ കൂടെ തൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ ഭയങ്കര പാടാണ്. കൂടുതൽ കുഞ്ഞുങ്ങളുടെ നടുക്ക് വളർന്നു വന്ന ആളുകൾക്ക് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എണ്ണവും കുറഞ്ഞു, കുടുംബങ്ങളുടെ എണ്ണവും കുറഞ്ഞു. ഞാൻ വിവാഹ ഒരുക്ക കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സാധാരണ പാലക്കാട് രൂപതയിൽ സാധാരണ ഒരു 100 പേരെങ്കിലും ഒരു മാസത്തെ കോഴ്സിന് കൃത്യമായിട്ട് വരുമായിരുന്നു. ഈ കൊറോണ കാലമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അതൊരു 50-60 ഒക്കെ ആയി കഴിഞ്ഞാൽ. ഇപ്പം 10-25-30 ആയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് കല്യാണത്തിന് കഴിക്കാൻ ആളില്ലേ എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ആൾക്കാർ നടക്കുവാണ്. ഇതെന്തിനാണ് അച്ഛൻ ഇതെല്ലാം ഈ ധ്യാനം തുടങ്ങാൻ നേരത്ത് പറഞ്ഞത്?
നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള, പലപ്പോഴും നമ്മൾ പോലും വേണ്ട വിധത്തിൽ തിരിച്ചറിയാത്ത ഒത്തിരി വേദനകളിലൂടെ, ക്ലേശങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ പ്രത്യേകമായ പ്രശ്നങ്ങളും. പലപ്പോഴും നമ്മളൊരു ധ്യാനത്തിനൊക്കെ വന്നിരിക്കുമ്പോൾ, ഇപ്പൊ ഈ ധ്യാനത്തിനൊക്കെ വന്നിരിക്കുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ, ജീവിത പങ്കാളിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ കർത്താവെ അവിടുന്ന് ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിങ്ങളും ഈ നാട്ടിലുള്ള ആളുകളൊക്കെ കഴിയുന്നത്. എവിടെ ചെന്നാലും ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന അതാണ്. ആ സമയത്താണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കേട്ടത്. അതിങ്ങനെയാണ്: ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെയാണ് ആ വചനം? ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. ഒരുമിച്ച് പറഞ്ഞേ, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക്. ഇതെന്ത് പറച്ചിലാണത്? നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു 2 ബെൻസുകാർ ഒരു കൊട്ടാരവും പോരട്ടെ. വന്നില്ലല്ലോ, അവിടെ പോയി എന്ന്. പക്ഷെ തിരുവചനം പറയുകയാണ്, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ബുദ്ധികളെ ആരെങ്കിലും അങ്ങനെ പറയുമോ? കൊച്ചിനോടെങ്ങാനും പറയാമെന്ന് വിചാരിച്ചോ? കൊച്ചേ, നിനക്ക് ഇഷ്ടമുള്ള ചോദിച്ചോ, തരുമെന്ന് വങ്ങാനും പറഞ്ഞ അവൻ എന്നതാ ചോദിക്കുക എന്ന് തമ്പുരാനും മാത്രം അറിയാം, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? നിനക്ക് എന്നാ വേണ്ടെന്ന് പറ, പറ്റുവാണെങ്കിൽ തരാം എന്നൊക്കെയാണ് പറയുക, അല്ലേ? പക്ഷേ തിരുവചനം ഇങ്ങനെ അരുൾ ചെയ്യുകയാണ്, നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടമുള്ളത് ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അതാണ് കർത്താവിന്റെ വാഗ്ദാനം. ഇന്നത്തെ കാര്യം എന്നറിയോ? ചുമ്മാ അങ്ങ് ഇഷ്ടമുള്ളത് ചോദിച്ചോളാനല്ല പറയുന്നത്. വേറെ ഒരു സൂത്രമുണ്ട്. അതിന് മുൻപത്തെ വാചകം വായിച്ചേ. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. അങ്ങനെയാണ്. എപ്പോൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക എന്നാണ്? നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്താണ്? എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുക. എന്താണ് അതിന്റെ അർത്ഥം? എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ എന്നാണ് അതിന്റെ അർത്ഥം. എൻ്റെ വാക്ക്, എൻ്റെ കൽപ്പന, എൻ്റെ തീരുമാനം അത് നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ. അതിനെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അതേ തൊട്ടുപുറത്തെ അധ്യായത്തിൽ, ഞാനിങ്ങനെ തുറന്നു വെച്ചേക്കുവാണ്, അവിടെ തന്നെ കാണാൻ പറ്റും. 15-ാമത്തെ തിരുവചനം, 14-ാം അധ്യായം 15-ാം തിരുവചനം വായിക്കാമോ? അല്ലല്ല, 14-ാം അധ്യായം 15-ാം തിരുവചനം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. മനസ്സിലായോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. എൻ്റെ വാക്ക് നിന്നിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ കൽപ്പന പാലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈശോ പറയുന്നത് ഇതാണ്: നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നെങ്കിൽ. ഈശോ തന്നിട്ടുള്ള കൽപ്പനകൾ എല്ലാത്തിനെയും കൂടിയാണ് എൻ്റെ വാക്കുകൾ എന്ന് പറയുന്നത്. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള കൽപ്പനകളൊക്കെ എന്നിൽ നിവൃത്തിയാകുന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ, അപ്പൊ തന്നെ നമ്മൾ പരിപാടി വിട്ട്. ഇനി അതിനു മുമ്പത്തെ കാര്യം എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുകയും ചെയ്യണം. 2 സൂത്രമാണ്. നിങ്ങൾ എന്നിൽ വസിക്കണം, രണ്ടാമത്തേത് നിങ്ങൾ എൻ്റെ കൽപ്പന പാലിക്കണം. ഇത് രണ്ടും സംഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും? ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഗ്യാരണ്ടീഡാ. ഇഷ്ടമുള്ളത് ചോദിക്കാൻ നിങ്ങൾ കിട്ടിയിരിക്കും. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വിശദമായി ഇതിന്റെ ആദ്യത്തെ കാര്യത്തെ കുറിച്ച് അറിയേണ്ടത്. എന്താണ് നിങ്ങൾ എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം എന്ന് കുറച്ച് പേര് വിചാരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുക, ഇതെങ്ങനെയാണ്? നമ്മളൊരു വീട്ടിൽ വസിക്കുന്നു എന്ന് പറയുന്ന പോലെ ഈശോയുടെ അകത്ത് കയറിയിട്ട് താമസിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്?
എന്താണ് എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ഇതറിഞ്ഞാലാണ് നമുക്കിത് ചോദിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിന്റെ പരാധീനതയും ഒക്കെ പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം കർത്താവ് പറയുന്നത് ഇവിടെയാണ്. അതെന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഈശോയ്ക്ക് വലിയ സ്ഥാനം കൊടുത്തോണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നമ്മൾ ഇങ്ങനെ കയറിയിരിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു, അങ്ങനെ ഈശോ നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. ശരിയൊക്കെയാണ്. ഇതിപ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതിന് മുമ്പിൽ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതിന്റെ കുറച്ചുകൂടെ മുമ്പിലോട്ട് വായിക്കാം. അതെങ്ങനെയാണ്? 15-ാമത്തെ അധ്യായം 1-ാം തിരുവചനം മുതൽ വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഇനി ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈശോ വീണ്ടും കുറച്ചുകൂടെ താഴ്ത്തോട്ട് വരുമ്പോഴത്തേനും പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇനി 4-ാമത്തെ തിരുവചനം വായിക്കൂ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, നിങ്ങളിലും വസിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്നിൽ വസിക്കും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. എങ്ങനെയാണത്? വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോഴും നമുക്ക് മനസ്സിലായില്ല ഇത് എന്താണ് എന്നിൽ വസിക്കുക എന്ന് പറയുന്ന സൂത്രം എന്താണ്. അടുത്ത തിരുവചനം വായിക്കാം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ. ഇനി ഇതൊന്ന് വായിച്ചേ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മുന്തിരിച്ചെടിയാണ്, നിങ്ങൾ അതിൻ്റെ ശാഖകളാണ്. ഇതെന്ത് പരിപാടിയാ? നമ്മൾ എന്നാ ശാഖയാണോ? നമ്മളെന്നെങ്ങനെ ശാഖയാണ്? ഇതേപോലെയാണെങ്കിൽ സംഭവം ശരിയാണ് അല്ലേ? ഈ ശാഖ എവിടെയാണ് വസിക്കുന്നത് അല്ലേ? ഈ ശാഖ എവിടെയാണ് വസിക്കുന്നത്? അതിന്റെ തണ്ടില്. ഈ ഇല എവിടെയാണ് വസിക്കുന്നത്? അതിന്റെ തണ്ടിലാണ് വസിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് ഈശോ പറയുകയാണ്, നിങ്ങൾ ശാഖയാണ്, ഞാൻ ആരാണ്? തായ്തണ്ടാണ്. ഇതെപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്? അതാണ് അതിന്റെ ശരിയായ ഉത്തരം. മുമ്പ് ഇരിക്കുന്ന ആള് പറഞ്ഞായിരുന്നു. ഉറക്കെ പറ. പരിശുദ്ധ മാമോദിസയിലാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ശരീരമായി നമ്മൾ മാറിയത് പരിശുദ്ധ മാമോദിസയിലാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 13-ാം തിരുവചനം. 13-ാം തിരുവചനം. ഒന്ന് കൊറിന്തോസ്. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഒരു ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. കണ്ടോ? അപ്പൊ ജ്ഞാനസ്നാനത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു ശരീരമായി തീരലാണ്. ഒരു തായ്തണ്ടിന്റെ ശാഖ തായ്തണ്ടിനോട് ഒന്നായിരിക്കുന്ന, രണ്ടോട് കൂടി ഒരു ശരീരമായിരിക്കുന്നത് പോലെ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമായി മാറുന്നത് എവിടെ വെച്ചാണ്? പരിശുദ്ധ മാമോദീസയിൽ വെച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്ന സംഭവത്തെ വിളിക്കുന്ന പേരാണ് നിങ്ങൾ എന്നിൽ വസിക്കൽ, ഞാൻ നിങ്ങളിൽ വസിക്കൽ. പരിശുദ്ധ മാമോദീസയാണ് സത്യത്തിൽ നമ്മെ ക്രിസ്തുവിന്റെ ഭാഗമാക്കി മാറ്റിയത്. ഈ മാമോദീസയിൽ നമുക്ക് കിട്ടുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് പറയാമോ? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. നമുക്ക് എന്താ സംഭവിക്കുന്നത് മാമോദീസയിൽ? പരിശുദ്ധ മാമോദീസയിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? എനിക്കെന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ? സഭയിലെ അംഗമായി. ഇത് കേൾക്കുമ്പം നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, സഭയിൽ അംഗമായി എന്ന് പറഞ്ഞേക്കാം. ഇനി അങ്ങനെ പറയരുത്. സഭയിൽ അംഗമായി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് എന്നാ തോന്നുന്നതെന്ന് അറിയാമോ? ഞാൻ ആ ക്ലബിന് മെമ്പർഷിപ്പ് എടുത്തു അല്ലേ എന്ന പോലെ അല്ലേ? ഏതോ ഒരു സംഘടനയിൽ അംഗമായി, ഞാൻ KCM അംഗമായി എന്ന് പറയുന്നത് പോലെ ഏതോ ഒരു സംഘത്തിനകത്ത് അംഗമായി എന്നാണ് ആളുകൾ വിചാരിക്കുക. നമ്മുടെ വേദോപുസ്തകത്തിലൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊരു കുഴപ്പമാണ്. ഏതെങ്കിലും ഒരു സംഘത്തിനകത്ത് അംഗമാവുകയല്ല പരിശുദ്ധ മാമോദീസയിൽ സംഭവിക്കുന്നത്. എന്താ സംഭവിക്കുന്നേ?
ദൈവമക്കളായി തീരുന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഈ നിങ്ങൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. എന്താണ് സംഭവിക്കുന്നത് അവിടെ? ഈ എന്തിന്റെ അംഗമായി മാറിയെന്നാ പറഞ്ഞത്? തിരുസഭയുടെ അംഗമായി മാറിയുന്നു. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ തിരുസഭ എന്ന് പറഞ്ഞ? ഇതൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണല്ലേ. എന്താണ് ഈ തിരുസഭ എന്ന് പറഞ്ഞാൽ? കുറെ ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറയും തിരുസഭ എന്ന് പറയുന്നത് ഒരു മതം അല്ലേ. അല്ലേ, പല മതങ്ങളുണ്ട്, അതുപോലത്തെ ഒരു മതം. ഒരിക്കലും അങ്ങനെ പറയരുത് നമ്മൾ. തിരുസഭ ഒരിക്കലും ഒരു മതമല്ല. ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരു മതമല്ല. പിന്നെ എന്താണ് മതം എന്ന് പറഞ്ഞാൽ? എന്താ? ദൈവാന്വേഷണ മാർഗത്തിനെയാണ് ഈ മതം എന്ന് പറയുന്നത്. അതായത് ഒരു തത്വസംഹിതയൊക്കെയുണ്ട്, ഒരു പ്രത്യേക കാര്യത്തിലൊക്കെ വിശ്വസിക്കുന്നു, അതിലൊക്കെ വിശ്വസിച്ച് ഇങ്ങനെ അങ്ങ് പോയി ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന ഒരു മാർഗമാണ് മതം. അതുകൊണ്ട് ചില ആളുകളൊക്കെ പറഞ്ഞത് ശരിയാണ്, മതം ഏതായാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഏത് മതമായിരുന്നാലും ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയാമോ? അതങ്ങനെ ഒരു മതമല്ല. എന്താണ് ക്രിസ്ത്യാനിറ്റി? എന്താണത്? അത് ഒരു ക്ലബ്ബും അല്ല, ഒരു വിശ്വാസികളുടെ ചുമ്മാ കൂട്ടായ്മയുമല്ല, ഈശോയിൽ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നതുമല്ല സഭ. പിന്നെ എന്താണ് തിരുസഭ? തിരുസഭ എന്നത്, എന്റെ കൂടുതൽ പറ, തിരുസഭ എന്നത് എന്താ? ക്രിസ്തുവിന്റെ ശരീരമാണ് തിരുസഭ. പറയൂ. ഈശോ മിശിഹായുടെ ശരീരമാണ് തിരുസഭ. അതെങ്ങനെ സംഭവിക്കുന്നത്? ഈശോയുടെ ശരീരമാകുന്നത് എങ്ങനെ കാണിച്ചിട്ടാ? ഈശോയുടെ ശരീരമാകുന്നത് എങ്ങനെയാ ശരീരമാകുന്നത്? അങ്ങനെ ഒരു ശരീരമാകും. ഇതാര് പറഞ്ഞു? ആര് പറഞ്ഞു? വേറെ ആരും പറഞ്ഞതല്ല, തിരുവചനം തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു ദൈവിക രഹസ്യമാണ് തിരുസഭ എന്താണെന്ന്. തിരുസഭ ഒരു മതമാണെന്ന് ഒരു സ്ഥലത്ത് നിങ്ങൾ കാണില്ല. തിരുസഭ ഒരു വിശ്വാസികളുടെ കൂട്ടമാണെന്നും കാണില്ല. പകരം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവനും കാണാൻ പോകുന്നത് ഇങ്ങനെയാണ്: തിരുസഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, അവിടുത്തെ ശരീരമാണ്. എന്തുമാത്രം സ്ഥലത്താണെന്നറിയോ? ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചില്ല, കല്യാണം കഴിച്ചായിരുന്നു ചോദിച്ചില്ലായിരുന്നു? ആ കല്യാണത്തിന്റെ സമയത്ത് വായിച്ച ലേഖനഭാഗം ഓർക്കുന്നുണ്ടോ? വിവാഹത്തിന്റെ സമയത്ത് വായിച്ചില്ല? നന്നായിട്ടുണ്ട്. അതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? അല്ലേ? നമ്മുടെ കല്യാണത്തിന്റെ സമയത്ത് ആ നേരത്തെ തമ്പുരാൻ ഈ സൈഡിൽ നിൽക്കുന്ന കാട്ടുപോക്കാൻ ഏത് ജീവിയാണോ എങ്ങനെ ഇരിക്കുമോ എന്നൊക്കെ ഓർത്തിരിക്കുന്ന നേരത്താണ്, ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾ ഓർക്കുന്നത്. അത് എഫേസോസുകാർക്ക് ഇത് ലേഖനമാണ്, 5-ാമത്തെ അധ്യായം 32 മുതൽ തിരുവചനം. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തു എങ്ങനെയുള്ള സഭയെ സ്നേഹിച്ചതുപോലെ എന്നാണ്. ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയെ, സഭയുടെ ശിരസ്സായിരിക്കുന്നു. ക്രിസ്തു തൻ്റെ ശരീരമായ സഭയുടെ, ഇങ്ങനെയാണ് വിശുദ്ധനെ പഠിപ്പിക്കുക. നിങ്ങളുടെ കല്യാണത്തിന്റെ സമയത്ത് നിങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, ക്രിസ്തു തൻ്റെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ. നോക്കുക, എങ്ങനെയുള്ള സഭയെക്കുറിച്ചാണ് പറയുന്നത്? തൻ്റെ ശരീരമായ സഭയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ഈ കുടുംബത്തെക്കുറിച്ചാണ് ആ ഭാഗത്ത് മുഴുവനും പഠിപ്പിച്ചു പോകുന്നത്, അല്ലെ? കുടുംബജീവിതത്തെക്കുറിച്ചാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് എങ്ങനെയായിരിക്കണം, ഭാര്യ ഭർത്താവിന് എങ്ങനെയായിരിക്കണം എന്ന കാര്യമൊക്കെ പറഞ്ഞ് തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ വഴി വിവാഹത്തെക്കുറിച്ച് മുഴുവനും ഇങ്ങനെ പഠിപ്പിച്ചു വന്നിട്ട് അത് സമാപിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? 32-ാമത്തെ തിരുവചനത്തിലേക്കൊക്കെ വരുമ്പം സമാപിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഉറക്കെന്ന് വായിച്ചേ, ഞാനിത് നിങ്ങളോട് പറയുന്നത് ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഒരുമിച്ച് പറഞ്ഞേ: ഞാനിത് നിങ്ങളോട് പറയുന്നത് ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. കുടുംബജീവിതത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഒരു ബയോളജിക്കൽ കാര്യമായിട്ടല്ല, രണ്ടുപേര് കൂടി ഇണയും തുണയുമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ ജീവിച്ചവർ കുറച്ച് പിള്ളേരുണ്ടാകുന്നതിനെ കുറിച്ചല്ല. പകരം കുടുംബത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും തിരുസഭയിൽ സംസാരിക്കപ്പെടുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത് രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അവ ഏതൊക്കെയാണ്? തിരുസഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ്. ഇത് രണ്ടും ഒന്നാണ് താനും.
ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തി മാത്രം സംസാരിക്കുന്ന വിഷയമാണ് കുടുംബം. ഈ ബന്ധം എവിടെ വെച്ച് നഷ്ടപ്പെടുന്നോ അവിടെ വെച്ച് കുടുംബം തകരും. ഈ ബന്ധത്തിൽ എന്ത് വിള്ളല് വീഴുന്നോ അവിടെ വെച്ച് കുടുംബത്തിൽ വിള്ളല് വീഴും. കുടുംബത്തെ കുടുംബമാക്കി നിലനിർത്തുന്നത്, ദൈവം ആ കുടുംബത്തെ സ്ഥാപിച്ചിരിക്കുന്നത് വെറുതെ മാനുഷിക ശക്തിയുടെ മേലല്ല, ഭാര്യയുടെയും ഭർത്താവിന്റെയും അഡ്ജസ്റ്റ്മെന്റ് കപ്പാസിറ്റികളുടെ മുകളിലല്ല, അവരുടെ രണ്ടുപേരുടെയും മാനുഷികമായ പ്രവണതകളുടെ മേലല്ല. പകരം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഐക്യത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് വിവാഹത്തെ കർത്താവ് സ്ഥാപിച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാര്യത്തിന്റെ മേലാണ്. ഇതൊരു മഹാരഹസ്യമാണെന്നാണ് അതിന് തൊട്ടുമുമ്പത്തെ വാചകം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതൊരു മഹാരഹസ്യമാണ്. എന്താണ് രഹസ്യം എന്ന് പറയാൻ കാരണം? രഹസ്യം എന്ന് പറയാൻ കാരണം മനുഷ്യന് ചുമ്മാ വെറുതെ ആലോചിച്ചാൽ കിട്ടില്ല എന്നാണ് അതിന്റെ കാര്യം. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയാലല്ലാതെ ഒരാൾക്ക് തിരിയാൻ പറ്റാത്ത വിധം ആത്മാവിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നവയാണ് രഹസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. വിവാഹം എന്ന് പറയുന്നത് പരസ്യമായിട്ട് എങ്ങനെ ഇരിക്കും? ഒരു സ്ത്രീയും ഉണ്ട്, പുരുഷനും ഉണ്ട്, പിള്ളേരും ഉണ്ടാവുന്നുണ്ട്, ഇവരിങ്ങനെ ജീവിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, അതെല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആന്തരികമായ ദൈവിക രഹസ്യം എന്താണെന്ന് അറിയാമോ? അത് ഒരു കുടുംബം എന്ന് പറയുന്നത് വെറുതെ ഒരു ഭാര്യയും ഭർത്താവോട് ഒരുമിച്ച് ചേർന്ന് പിള്ളേർക്ക് ജന്മം കൊടുത്ത് ജീവിക്കുന്ന ഒരു ചുമ്മാ ജീവിതമല്ല. പകരം അത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അവതരണമാണ് എന്നതാണ് ആ രഹസ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രീതികരമായ കുടുംബം ഉണ്ടാവുകയുള്ളൂ. കുടുംബം ദൈവത്തിന് പ്രീതികരമാണെങ്കിൽ മാത്രമേ അതിന് അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. കുടുംബം ദൈവത്തിന് പ്രീതിയുള്ളതാണെങ്കിൽ മാത്രമേ ദൈവം തന്റെ കൃപകൾ അതിലേക്ക് വർഷിക്കുകയും ആ കുടുംബം മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുള്ളൂ. ഇതെല്ലാം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് എന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ മാമോദീസയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് എന്താണ്? അത് സഭയിലേക്കാണ്. ആ സഭ എന്താണെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. എന്താണ് ആ തിരുസഭ? അത് ക്രിസ്തുവിന്റെ ശരീരമാണ്. എന്തുമാത്രം സ്ഥലത്ത്! അതുകൊണ്ടാണ് പരിശുദ്ധ വിവാഹത്തിന്റെ സമയത്ത് തന്നെ നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തു തന്റെ ശരീരമായ സഭയെ സ്നേഹിച്ചതുപോലെ. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹം. ഭാര്യ ഭർത്താവിന് വിധേയപ്പെടേണ്ടത് എങ്ങനെയാണ്? സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെയാണ് ഭാര്യ ഭർത്താവിന് വിധേയപ്പെടേണ്ടത്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണ്. ഇനി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? ഐ ലവ് യു മൈ ഡിയർ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല. എങ്ങനെയാണത്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ്. തന്റെ ജീവന്റെ അവസാന തുള്ളി രക്തം വരെയും നൽകിയാണ് തിരുസഭയെ കർത്താവ് സ്നേഹിച്ചത്. നോക്കുക, കുടുംബത്തെക്കുറിച്ച് തിരുവചനത്തിന് പഠിപ്പിക്കാനുള്ളതൊക്കെയും സഭയും ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ പതുക്കെ ഈ പരിശുദ്ധ സഭയിൽ നിന്ന് അല്പാൽപമായി അകലാൻ എന്ന് തുടങ്ങിയോ അന്ന് ആരംഭിച്ചതാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അധോഗതി. അതാണ് അതിന്റെ സത്യം. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, യൂറോപ്പിലേക്ക് നോക്കുക. യൂറോപ്പിലൊക്കെ പണ്ടുകാലത്ത് യൂറോപ്പിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, കുറച്ചാരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തുമാത്രം ദേവാലയങ്ങളൊക്കെ അവിടെ നിന്നറിയോ? റോമെന്ന് പറയുന്ന ഒരു നഗരത്തിനകത്ത് മാത്രമാണ്ട് 3000-നടുത്ത് ബസിലിക്കകളുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും. അത്രയും പള്ളികൾ, മുട്ടിന് ദേവാലയങ്ങളുണ്ട്, മുട്ടിന് ദേവാലയങ്ങൾ. ഒരു കാലത്ത് നമ്മളിപ്പോൾ അവിടെ ചെന്നാലൊക്കെ ആൾക്കാർ പറയും, ഇവർക്ക് എന്തിൻ്റെ അസുഖമായിരുന്നു ഇത്രയും ദേവാലയം പണിയാനായിട്ട് എന്ന് നമ്മൾ വിചാരിക്കും. അത്രമാത്രം ദേവാലയങ്ങൾ ആ നാട്ടിലുണ്ട്. ഇതെല്ലാം കൂടെ എന്തിനു വെറുതെ വെച്ചു എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും. നമ്മളൊരു കാര്യം അറിയണം, ഒരു കാലത്ത് അവിടെ ജീവിച്ചിരുന്ന ജനം ദൈവത്തോട് അത്രമാത്രം ചേർന്ന് നിൽക്കുകയും ദേവാലയ കേന്ദ്രീകൃതമായിട്ട് ജീവിക്കുകയും ചെയ്തൊരു സമൂഹമാണ്. ദേവാലയത്തോട് ചേർന്ന് നിന്ന് ദേവാലയത്തെ സ്വന്തം വീടിനേക്കാൾ വിലയുള്ളതായി കരുതി അജപാലകരോട് ചേർന്ന് നിന്ന് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ജനതയാണ് ആ കാലത്തുണ്ടായിരുന്നത്. തൽഫലമായിട്ട് എന്ത് സംഭവിച്ചിരുന്നു? ആയിരക്കണക്കിന് 10,000-കണക്കിന് വിശുദ്ധർക്ക് ആ നാട് ജന്മം നൽകി. നമ്മൾ അറിയുന്ന വിശുദ്ധരുടെ ഒക്കെ പേര് നോക്കിയോ, ഒക്കെ അവിടെ നിന്നുള്ളതാണ്. ഇറ്റലി പോലും എന്തുമാത്രം 1000-കണക്കിന് വിശുദ്ധരാണെന്നറിയാമോ? ഓരോ കുടുംബത്തിലും 2-3 വിശുദ്ധർ വീതം ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അതുപോലെ വിശുദ്ധരുടെ സമൃദ്ധി ഉണ്ടായിരുന്നു ആ നാട്ടിൽ. വെറുതെ ഭൗതികമായിട്ട് നോക്കുക. ഇന്ന് നമ്മൾ വലിയ കാര്യമായി യൂറോപ്പ് എന്ന് പറയുന്ന യൂറോപ്പിനെ യൂറോപ്പാക്കി തീർത്തത് അവരുടെ ആ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ നിന്നാണ്.
അത് കൈമോശം വന്നതോടെ അവരും തളർന്നു പോകാൻ തുടങ്ങി. അവരുടെ പ്രാർത്ഥനാ ജീവിതവും ദേവാലയ ബന്ധവും ഒക്കെ കുറയാൻ തുടങ്ങിയതിനനുസരിച്ച് അവിടുത്തെ കുടുംബങ്ങൾ തകരാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ എത്രയധികമാണെന്നറിയാം അവിടുത്തെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ തകരാൻ തുടങ്ങി. ഇത് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ലോകചരിത്രം പച്ചയായി തുറന്നു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വെറുതെ ആർക്കെങ്കിലും തോന്നുന്ന ഒരു ഭാവനയൊന്നുമല്ല. നമ്മുടെ നാടുകളിൽ നോക്കിക്കോളൂ. നമ്മുടെയൊക്കെ ഒരു മുൻതലമുറയൊക്കെ ഇടവക ദേവാലയത്തോട് ചേർന്ന് നിന്നിരുന്നത് എങ്ങനെയെന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിന്റെ എന്തുമാത്രമുണ്ട് ഇപ്പൊ ഒന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പലപ്പോഴും ഒരു പള്ളിയിലൊക്കെ പോവുകയാണെങ്കിൽ, ഇടവക ദേവാലയത്തിൽ പോവുകയാണെങ്കിൽ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, അവിടെ ഒരു പേടിയെടുക്കുന്നു, ഇങ്ങനെ പോരുന്നു. പക്ഷെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ കാരണവന്മാരുടെയൊക്കെ കാലത്ത് ആ ദേവാലയം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ്, അല്ലേ? എന്തുമാത്രം ആന്തരികമായ അടുപ്പവും ബന്ധവും സ്നേഹവും വിധേയത്വവും ഒക്കെ അവർക്ക് പുലർത്താൻ പറ്റിയിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് അങ്ങനെ പുലർത്തിയിരുന്ന കാലഘട്ടത്തിൽ ദൈവം ആ സമൂഹത്തെ വല്ലാതെ വളർത്തി. ആ സമൂഹങ്ങളൊക്കെ വളർന്നു. നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ പ്രദേശങ്ങളും ആ സ്ഥലത്തെ ഒരു ദേവാലയമൊക്കെ ആയിട്ട് ചേർന്നിട്ടാ വളർന്നു വന്നേക്കുന്നത്, അല്ലേ? ആ ജനമൊക്കെ ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചു. ഞാൻ ഓർക്കണ ഒരു കാര്യം പറയാം നിങ്ങളോട്. എൻ്റെ രൂപതയിലൊരു പള്ളി, ആ പള്ളിയിൽ ഞാൻ പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഇൻറ്റൻസീവ് കാറ്റീസിന് പോയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനൊക്കെ ആയിട്ട്. ആ പള്ളിയിൽ ഒരു അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ഓട് മാത്രം ഇട്ട് ഇങ്ങനെ തൂണ് നാട്ടിയിട്ട് അഴികൾ അടിച്ചു വെച്ച ഒരു പള്ളിയാണ്. നമ്മുടെ ഈ മധുബഹായുടെ വലിപ്പം പോലും ആ പള്ളിക്കില്ല. തറ ഇങ്ങനെ റെഡ് ഓക്സൈഡൊക്കെ ഇട്ടിട്ട് അതൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു കുഞ്ഞൊരു സ്ഥലത്ത് ഒരു തട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതേ നിന്ന് അച്ഛൻ കുർബാന ചെല്ലുന്ന ഒരു മൊട്ടക്കുന്നിന് മുകളിൽ കൊടും ചൂടുള്ള ഒരു സ്ഥലം. എനിക്ക് അവിടെ ഓർക്കാൻ പോലും ഇഷ്ടമില്ല. ഭയങ്കര ചൂടൊക്കെയാണ്, ഒരു മരക്കുറ്റി പോലും ഇല്ല അവിടെ. അതിനകത്താണ് പള്ളിയുടെ കുറച്ച് സാധനം തോരണം എല്ലാം പള്ളിയുടെ മുള്ളിൽ പുറകിൽ ഇങ്ങനെ സൂക്ഷിച്ചും വെച്ചേക്കണം. ഇങ്ങനത്തെ ഒരു പള്ളി. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു വികാരിയച്ഛൻ, അത് ആ പള്ളിയിലേക്ക് അവിടെ അച്ഛൻ താമസിക്കാൻ പോലും പറ്റില്ല. പിന്നീട് അവർ ചെറിയൊരു പള്ളിമുറി പണിതിട്ട് അവിടെ അച്ഛൻ താമസിക്കാൻ ഒരു ദിവസം വരും, അങ്ങനെയൊക്കെ ചെയ്യും. വികാരിച്ച് അവരോട് പറഞ്ഞു, നമുക്കൊരു പള്ളി പണിയാൻ നന്നായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എന്റെ പൊന്നച്ഛൻ, നമ്മൾ ഈ ചിരിപ്പാന്ന വീട്ടുകാരുമായിട്ട് എന്നാ കാണിച്ച് പള്ളി പണിയാനാണ്, എവിടെ നിന്ന് കാശ് വരുന്നു? അച്ഛൻ പറഞ്ഞാൽ നമുക്ക് പള്ളി പണിയണം എന്ന് പറഞ്ഞ അച്ഛൻ ഭയങ്കരമായിട്ട് അവസാനം അച്ഛൻ്റെ നിർബന്ധം സഹിക്കുക വയ്യാതെ ഇവർ പള്ളി പണിയാൻ തീരുമാനിച്ചു. പള്ളി പണിയായിട്ട് തീരുമാനമൊക്കെ എടുത്തപ്പോഴത്തെ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഈ രൂപതയിലെ ഏറ്റവും വലിയ പള്ളി പണിയണം എന്ന്, ഏറ്റവും മനോഹരമായ പള്ളി പണിയണം. ആൾക്കാരൊന്ന് പോയാച്ചാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 10 പൈസ എടുക്കാനില്ല. ആ കാലത്ത് ആ പള്ളിയിൽ സ്തോത്രക്കാഴ്ച കിട്ടുന്നത് 35 രൂപ, 40 രൂപ ഒക്കെയാണ് സ്തോത്രക്കാഴ്ച. ഇതും വെച്ചിട്ടാണ് രൂപതയിലെ മൂട്ടം പള്ളി പണിയണമെന്നൊക്കെ വിചാരിച്ചും പറഞ്ഞു. വിചാരിച്ചതിന് എന്തോ സാരമായ കുഴപ്പമുണ്ടെന്ന് ഇടവക്കാർക്ക് മനസ്സിലായി. അവർ പറഞ്ഞു, ഈ പണി നടക്കില്ല അച്ഛന്ന് പറഞ്ഞു. ഏതായാലും ആ അച്ഛൻ ഗുസ്തി പിടിച്ചേച്ച് ആ രൂപതയിലെ ഏറ്റവും മനോഹരമായ ഒരു പള്ളി പണിതവിടെ. അന്നത്തെ കാലത്തെ ആന്നേ അതൊരു വലിയ കല്ലുകൊണ്ട് ഇങ്ങനെ മുന്നോശമൊക്കെ ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്ന് അവിടെ പണിത്. അത് പണിതു തീർത്തു. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനായ ശേഷം കുറച്ച് വർഷങ്ങളാണ് ഇതിനിടയ്ക്കുണ്ട്. റീജൻസ് കാലത്ത് സെമിനാരി പഠിക്കുന്ന കാലത്ത് അവിടെ കാറ്റീസിനൊക്കെ പോയത്. അത് കഴിഞ്ഞ് ഞാൻ അച്ഛനായ ശേഷം ഞാൻ ഒരു മാസക്കാലം ആ പള്ളിയിൽ പോകാനിട വന്നു. അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ പഠിക്കാനായിട്ട് പോകേണ്ട ഒരു ചാൻസ് വന്നപ്പോൾ എന്നെ തൽക്കാലത്തിന് അവിടേക്ക് വിട്ട് ഞാൻ അവിടെ പോയി. ആ കാലഘട്ടത്തിൽ ആ ദേവാലയത്തിൽ സ്തോത്ര കാഴ്ച 4000, 5000, 6000 രൂപ. നിങ്ങൾ ഓർക്കണം, അന്ന് ആ കാലഘട്ടത്തിൽ ആ പിള്ളേരുടെ വീട്ടിൽ കൂടെ ഒക്കെ ഞാൻ പോയിട്ടുള്ളതാ. മര്യാദയ്ക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാൻ കപ്പാസിറ്റി ഉള്ള കുടുംബങ്ങൾ അവിടെ 2-3 എണ്ണങ്ങാണ്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുമാതിരിപ്പെട്ട തല്ലും പിടയായിട്ട് കുറേ എണ്ണം, കള്ളുകൂടിയും പരിപാടിയായിട്ട് കുറേ എണ്ണം, കുറച്ചിങ്ങനെ ഓലപ്പാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. പള്ളിയുടെ പേര് പറയാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. അങ്ങനെയൊക്കെ കിടക്കണം. പക്ഷേ ഇന്നുണ്ടല്ലോ, ആ ഇടവകയിലെ കുടുംബങ്ങൾ ഒത്തിരി വർദ്ധിച്ചു. എല്ലാ കുടുംബങ്ങളും ഒരു ശരാശരിക്കും മീലെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളായി വളർന്നു. ഹല്ലേലൂയ. നമ്മളെ ഒത്തിരി അത്ഭുതപ്പെടുത്തും. ഇതെന്താ അങ്ങനെ? കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയൊക്കെ കൂട്ടിച്ചേർക്കും. അങ്ങനെയാ. ഞാൻ ഓർത്തു, ദൈവമേ, ഈ പള്ളിപണി കഴിയുന്നതോടെ ഇടവക്കാരെല്ലാം കുത്തുവാള എടുക്കേണ്ടതാ. അങ്ങനെയല്ല നമ്മൾ ഓർക്കുന്നത്. ഇതിങ്ങളെ പിഴിഞ്ഞ് പള്ളിയും പണിയിപ്പിച്ച്. പക്ഷെ അത് കഴിഞ്ഞതോടുകൂടെ അവരുടെ കുടുംബങ്ങളൊക്കെ, നിങ്ങൾ ആ നാട്ടിൽ വന്ന് ആരോട് ചോദിച്ചു നോക്കിയോ, ഏതച്ഛനോട് ചോദിച്ചു നോക്കിയോ, അവരൊക്കെ അത്ഭുതപ്പെടുത്തും എങ്ങനെ സംഭവിച്ചു എന്ന്. കുടുംബങ്ങളൊക്കെ അഭിവൃദ്ധി പ്രാപിച്ചു, അവരൊക്കെ വളർന്നു,
ധാരാളം വാഹനങ്ങൾ. ഈ ഇടയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിറച്ചു വാഹനങ്ങൾ ഇങ്ങനെ പാർക്കൊക്കെ ചെയ്തിട്ടാണ് കുർബാനയ്ക്ക് വരുന്നത്. അതുപോലെ ആ സമൂഹം വളർന്നു. ഞാൻ സത്യം പറയാമല്ലോ, ഒരിക്കലും അങ്ങനെ ആവും ഞാൻ വിചാരിച്ചിട്ടില്ല അന്ന് അവിടെ ഇന്ത്യൻ സിയാറ്റിസിനൊക്കെ പോയിരുന്ന കാലത്ത്. ഇതൊരു സത്യമാണ്, ഇതൊരു സത്യമാണ്. പരിശുദ്ധ സഭയോട് എന്തുമാത്രം ഒരു കുടുംബം ചേർന്ന് നിൽക്കുന്നോ അതിനനുസരിച്ചാണ് ഈ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങുന്നത്. അത് ആന്തരികമായ ഒരു ചേർന്ന് നിൽക്കലാണ്, അല്ലാണ്ട് പള്ളിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുള്ളതല്ല. എന്റെ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ ഞാൻ എന്തുമാത്രം എന്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതാണ് അതിനകത്തെ കാര്യം. ഈ പരിശുദ്ധ മാമോദീസയിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നാണ് ഈ പറഞ്ഞു വന്നത്. എന്താ സംഭവിക്കുന്ന അറിയാമോ? കർത്താവ് തന്റെ ശരീരത്തോട് നമ്മെ ഒട്ടിച്ചു ചേർക്കും, നമ്മെ ഓരോരുത്തരെയും ഒട്ടിച്ചു ചേർക്കും. ആ ഒട്ടിച്ചു ചേർക്കുന്ന ബഡ്ഡിങ് പ്രവൃത്തിയാണ് മാമോദിസ. ബഡ്ഡിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബഡ്ഡിയാണോ? റോസക്കമ്പൊക്കെ ബഡ്ഡിങ് കണ്ടിട്ടില്ലേ? എങ്ങനെയത്? ഈ റോസച്ചെടിയുടെ കുറച്ച് തൊലി പൊളിച്ച് കളയും, എന്നിട്ട് വേറൊരു തൊലി പൊളിച്ച് അതിന്റെ പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയൊക്കെ വയ്ക്കും. അപ്പം എന്തുണ്ടാവും? അതിൽ നിന്ന് ഒരു മുകുളം വരും, പിന്നെ ഒരു ശാഖ ഉണ്ടാകും, അതിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. ശരിയല്ലേ? ഇതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ മാമോദീസ എന്ന് പറയുന്നത് ഈ ബഡ്ഡിങ്ങാണ്. ബഡ് ചെയ്യുകയാണ്, കർത്താവിന്റെ ശരീരത്തോട് നമ്മെ ഒട്ടിച്ചു ചേർക്കുക. അതിനെക്കുറിച്ചാണ് വിശുദ്ധ എന്ന് പറയുന്നത്. കാട്ടൊലിവിൻ ചെല്ലയായിരുന്ന നിന്നെ യഥാർത്ഥ ഒലിവിൻ ചെടിയോട് ഒട്ടിച്ചു ചേർത്തത് കർത്താവാണ്. മനസ്സിലായോ? ഈശോ എന്ന് അരുൾ ചെയ്യുകയാണ്, ഞാനാകുന്ന മുന്തിരിച്ചെടിയോട് ഈ ശാഖയാകുന്ന നിന്നെ ഞാൻ ഒട്ടിച്ചു ചേർത്തു. അങ്ങനെയാണ് നമ്മൾ രണ്ടും ഒരു ശരീരമായി മാറുന്നത്. ഈശോയാകുന്ന ശരീരത്തോട് ഇതുപോലെ ബഡ് ചെയ്ത ഒരു കൂട്ടായ്മയാണ് തിരുസഭ. അല്ലാണ്ട് കുറെ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്നതല്ല. ഈശോയുടെ ശരീരത്തോട് ഒട്ടിച്ചു ചേർത്തിരിക്കുകയാണ് പരിശുദ്ധ സഭയെ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മളിങ്ങനെ വായിക്കും, കൊരിന്തോസുകാർക്ക് ലേഖനത്തിൽ വായിക്കും, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. ധാരാളം തവണ കൊളോസോസുകാർക്ക് ലേഖനം, നമുക്ക് ഒന്നെണ്ണം വേണമെങ്കിൽ വായിച്ചു നോക്കാം. കൊളോസോസുകാർക്ക് ഏത് ലേഖനം? 1-ാം അധ്യായം 18-ാം തിരുവചനം വായിക്കാമോ? അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്. എങ്ങനെയുള്ള സഭയുടേതാണ്? സഭയാകുന്ന ശരീരത്തിന്റെ. വീണ്ടും അടുത്ത പേജിൽ മറിച്ച് നോക്കിക്കേ. അതേ അധ്യായം തന്നെ 24-ാം തിരുവചനം. ഞാൻ സന്തോഷിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത വാചകം, സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി. നോക്കുക, എങ്ങനെയുള്ള ശരീരമാണ്? സഭയാകുന്ന തന്റെ ശരീരത്തെ. ഈശോയുടെ ശരീരമെന്ന് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് 2 കാര്യങ്ങളെയാണ്. ഏതൊക്കെയാണെന്ന് പറയാമോ? ഒന്ന് വിശുദ്ധ കുർബാനയാണ്. രണ്ടാമത്തേത് സഭയാണ്. ഒന്ന് വിശുദ്ധ കുർബാനയാണ്, രണ്ടാമത്തേത് തിരുസഭയാണ്. വിശുദ്ധ കുർബാനയും പരിശുദ്ധ സഭയും ഒരുപോലെ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കുന്നുണ്ട്? കൈ ഉയർത്തിക്ക്. വിശുദ്ധ കുർബാനയും ഈശോയുടെ ശരീരമാകുന്ന സഭയും രണ്ടും ഒരുപോലെ ശരീരമാണെന്ന് വിശ്വസിക്കുന്നത് കൈ താത്തില്ല. എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാറുള്ളൂ എന്ന് കൈ വക്കിക്കേ. കൈ താത്തിയിട്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാ? അങ്ങനെ അങ്ങ് പോകണം. വലിയ ഭയഭക്തിയോടെ ഈശോയെ കണ്ട് ആ ഈശോയെ സ്വീകരിക്കാനുള്ള യോഗ്യത ദൈവമേ എൻ്റെ ആത്മാവിനുണ്ടോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് കുമ്പസാരിച്ച് ഒരുങ്ങിയായിരുന്നാലും അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ട് ഈശോയെ സ്വീകരിക്കും. അല്ലേ? അത്രമാത്രം ബഹുമാനം ഈശോയെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ മുട്ടുകുത്തി വണങ്ങി നമ്മൾ നിൽക്കും. നമ്മൾ ഈ ദേവാലയത്തിലോട്ട് കയറുന്നു, പെട്ടെന്ന് ഈശോ ഇവിടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുന്നു, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നു, നമ്മൾ അവിടെ തന്നെ മുട്ടുകുത്തി കുമ്പിട്ട് വണങ്ങും. അത്രമാത്രം ആദരവും ആരാധനയും ഉണ്ട് നമുക്ക് ഈശോയുടെ ശരീരമാകുന്ന വിശുദ്ധ കുർബാനയോട്, അല്ലെ? അത് ഈശോയുടെ ശരീരമാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന പരിശുദ്ധ സഭയോട് എന്തുകൊണ്ടാണ് അതുപോലത്തെ ഒരു സ്നേഹവും ആദരവും ഇല്ലാതെ പോകുന്നത്? അതെങ്ങനെ ശരിയാകും? അതൊരു ചെറിയ അവഹേളനമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്?
വിശുദ്ധ കുർബാനയോടുള്ളതുപോലെ തന്നെ അതേ സമാനമായ സ്നേഹവും ആദരവും പരിശുദ്ധ സഭയ്ക്ക് നൽകുന്നില്ലെങ്കിൽ അതൊരു ചെറിയ അവഹേളനമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതൊരു അവഹേളനമാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ സഭയോട് അതിനു മാത്രം വലിയൊരു ആദരവില്ലെങ്കിൽ പിന്നെ എങ്ങനെ എൻ്റെ കുടുംബത്തോട് അതുണ്ടാവും? ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്, പരസ്പര ബന്ധിതമാണ്. ആ തിരുസഭയെ ആദരിക്കാൻ കഴിയുന്ന ഒരു കുടുംബത്തിനകത്തെ അവർക്ക് ലഭിച്ചിരിക്കുന്ന വിവാഹമെന്ന പരിശുദ്ധ കൂദാശയുടെ കൗദാശിക പ്രസാദവരം ജ്വലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ഈ പ്രസാദവരം ഒന്നും ലഭിക്കാത്ത മറ്റേതെങ്കിലും ഒരു ബയോളജിക്കൽ ഫാമിലി പോലെ തന്നെയാണ്. ഒരു പശുവിൻ്റെയും പോത്തിൻ്റെയും അങ്ങനത്തെ കുടുംബം ഇല്ലല്ലേ, അതിൻ്റെയൊക്കെ പോലത്തെ കുടുംബമൊക്കെ പോലെ തന്നെയാണ്. പ്രസാദവരം നൽകപ്പെട്ട കൂദാശയാൽ മുദ്രിതമായിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ കൃപയുടെ ഉറവിടം ആ കുടുംബത്തിന് പരിശുദ്ധ സഭയോടുള്ള സ്നേഹത്തിന്റെ ഐക്യമാണ്. അത് കുടുംബത്തിന് മാത്രമല്ല, വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ്. നീ ഒട്ടിച്ചേർന്നിരിക്കുന്ന ആ താഴ്ത്തണ്ടാകുന്ന ക്രിസ്തുവിനോട് നിനക്ക് ബന്ധമില്ലെങ്കിൽ നീ പിന്നെ എന്ത് ശാഖയാ? നീ ഒട്ടിച്ചു ചേർന്നിരിക്കുന്ന ആ താഴ്ത്തണ്ടാകുന്ന ക്രിസ്തു ഗാത്രത്തോട് നിനക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ നീ എന്തുതരം ശാഖയാണ്? അതാണ് അതിന്റെ പ്രശ്നം. അതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇന്നാള് പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ എന്നോട് ചോദിച്ചു, അച്ഛാ നമ്മൾ കാണിക്കുന്നത് ഭയങ്കര ശുദ്ധ മോശമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കാര്യമാ? അതച്ഛാ ഈ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്ത് പറ്റി? പുള്ളി പറയാണ്, അച്ഛാ ഈ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമല്ലോ. സ്വീകരിക്കും. പക്ഷേ വലിയ പ്രാർത്ഥനാ ചൈതന്യത്തോടെ ആഗ്രഹത്തോടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്ന അഗ്രഹിസ്തവരായ ആൾക്കാരൊക്കെ ഇല്ലേ, മാമോസ് സ്വീകരിക്കാത്ത ആൾക്കാർ, അവരും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവരെയൊക്കെ അവിടെ മാറ്റി നിർത്തിയിട്ട് ധ്യാനത്തിനൊക്കെയാണ് അച്ഛനോട് ചെയ്യും വിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത്, മാമോസ സ്വീകരിച്ചവരും കുമ്പസാരിച്ചൊരുങ്ങിയവരും മാത്രമാണ്, ബാക്കി ആരും പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഇവരെ മാത്രം വിളിച്ചിട്ട് കൊടുക്കും. എൻ്റെ പൊന്നച്ഛ, അച്ഛൻ്റെ വീട്ടിൽ വല്ലവരും വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല അവർക്ക് കൊടുക്കുകയോ ഇല്ലയോ? ഞാൻ പറഞ്ഞു കൊടുക്കും. അല്ലാണ്ട് പൂത്ത ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാം, ബാക്കിയൊക്കെ നമുക്ക് തിന്നാന്ന് പറയോ? ഇല്ല, നമ്മൾ ഏറ്റവും നല്ലതെടുത്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ വരുന്നയാൾക്ക് നമ്മുടെ ഏറ്റവും വിശിഷ്ടമായ ഭോജ്യം, നിത്യജീവന്റെ അപ്പം, എന്താ കൊടുക്കാത്തേ? എന്താ കൊടുക്കാത്തേ? എന്താ കൊടുക്കാത്തത്? കൊടുക്കാത്തതിന്റെ കാരണം എന്നറിയാമോ? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. ഈ തായ്തണ്ടിനകത്ത് കുറച്ച് ജലവും വളമൊക്കെ ഉണ്ട്. ഈ ചെടിയാന്ന് വിചാരിച്ചു, തായ്തണ്ടിനകത്ത് കുറെ ജലവും വളമൊക്കെ ഉണ്ട്. ഇത് അവിടെ കിടക്കണ ഒരു കമ്പനി കിട്ടുമോ? കിട്ടുമോ? ഇല്ലയോ? ഇല്ല. ഇത് ഏത് കമ്പനിയാ കിട്ടുള്ളൂ? ഇതിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന കമ്പിലേക്ക് അത് ഒഴുകൂ. ഈശോയുടെ ശരീരവും രക്തവും അവിടുത്തെ ജീവന്റെ രക്തവും അവിടുത്തെ മാംസവും അവിടുത്തെ ശരീരത്തിൽ ഒട്ടിച്ചു ചേർന്ന് കഴിഞ്ഞിരിക്കുന്ന അവയവത്തിലേക്ക് ഒഴുകൂ. അങ്ങനെയല്ലേ? അല്ലേ? ഈ ശരീരത്തിലുള്ള രക്തവും ഒക്കെ ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന കയ്യിലോട്ടല്ലേ ഒഴുകുള്ളൂ, അല്ലാണ്ട് അവിടെ കിടക്കുന്ന കയ്യിലോട്ട് ഒഴുകൂ. ഞാൻ എന്തോരം എന്താ പറയാ ചക്കുക്കുരു മാങ്ങയൊക്കെ തിന്ന് ചോരയൊക്കെ ഉണ്ടാക്കിയാലും താ ചേച്ചിയുടെ കയ്യിലല്ലോ എത്തുവോ? അതിവിടെ ഒട്ടിച്ചു ചേർന്നിരിക്കുന്നതിലോട്ടേ എത്തുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധ മാമോദീസയാൽ ഈശോയുടെ ഗാത്രത്തോട് ഒട്ടിച്ചു ചേരാത്ത ഒരാൾക്ക് ഇതൊന്നും കിട്ടില്ല. നമ്മൾ കൊടുത്താലും കാര്യമൊന്നുമില്ല, അവർക്ക് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരു ശരീരത്തിന്റെ ബന്ധമാണത്, ഒരു ശരീരത്തിന്റെ ബന്ധമാണ്. അതിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവനെന്ന് പറയുന്നത് ഈ കാര്യമാണ്. പരിശുദ്ധ സഭയിൽ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അതിന്റെ അവയവമായി നിലനിൽക്കുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. പരിശുദ്ധ കത്തോലിക്ക സഭ അതെന്തുമാത്രം കർത്താവിന്റെ ശരീരമാണെന്നുള്ള വിവേചന ബോധത്തോടുകൂടെ തിരിച്ചറിവോടുകൂടെ അവിടുത്തെ ശരീരത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്ന കാര്യമാണ് ഈശോ എന്ന് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളുടെ വസിക്കും എന്ന് പറയുന്നത്. അത് വെറുതെ അല്ല, അത് ചുമ്മാ ഒരു വിചാരമല്ല, ഒരു സ്വപ്നങ്ങളിലല്ല. ഈശോയെ ഞാൻ അങ്ങയുടെ ഹൃദയത്തിൽ ഇരിക്കണതാ, നല്ല രസം, ഈശോ അങ്ങനത്തെ ഒരു വിചാരമല്ല. അത് റിയാലിറ്റിയാണ്, അത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ സഭയിൽ ഒരാൾ അതിന്റെ അംഗമായി നിലനിൽക്കലാണത്. വെറുതെ ചുമ്മാ പേരുകൊണ്ട് രജിസ്റ്റർ ചേർത്തിട്ടുമല്ല, അവന്റെ ആത്മാവ് കൊണ്ടും ബോധ്യം കൊണ്ടും ശുദ്ധമായ വിശ്വാസം കൊണ്ടും അവൻ ആ ശരീരത്തിന്റെ അവയവമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈശോ പറഞ്ഞ ഈ കാര്യം നിന്നിൽ നിറവേറുകയുള്ളൂ. ഒരു കുടുംബം അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ ക്രിസ്തു ശരീരത്തിന്റെ അവയവമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം അർത്ഥമാകുന്നുള്ളൂ. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക, നിനക്ക് തരുമെന്ന്. കാരണം
ഈ ശരീരത്തിന് സകലതുമുണ്ട്. ക്രിസ്തു ശരീരത്തിന് അപ്പുറത്ത് എന്താ ഉള്ളത്? ആ ശരീരത്തിന് സകല അധികാരവുമുണ്ട്, സകല ശക്തിയുമുണ്ട്, സകല നന്മകളുമുണ്ട്. ആ ശരീരത്തിന്റെ അവയവമായിരിക്കുന്ന ഏതൊരു ശാഖയ്ക്കും അതിനൊക്കെ അവകാശവുമുണ്ട്. അത്ര ആ ശരീരത്തിന്റെ അവയവമായിരിക്കുന്ന ഏതൊരു അവയവത്തിനും, ഏതൊരു ശാഖയ്ക്കും, ഏതൊരു ബ്രാഞ്ചിനും ആ നന്മകൾക്കൊക്കെ അവകാശമുണ്ട്. അതിൽ നിന്ന് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ഒക്കെ മാറിപ്പോയിട്ട് ശരീരം കൊണ്ട് മാത്രം ചേർന്ന് നിൽക്കുന്ന ഒത്തിരി കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്നുള്ളതാണ് എന്നെയൊക്കെ എപ്പോഴും വേദനിപ്പിക്കുന്ന ഘടകം. പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തിരുസഭയെക്കുറിച്ചുള്ള സംസാരം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ നോക്കുമ്പോൾ കുറെ കുറവൊക്കെ കാണാണ്ടല്ലേ. ഈ ഈശോയുടെ ശരീരമാണ് സഭയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാല് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നൊരു ചോദ്യമില്ല, ഇതെങ്ങനെ ശരിയാവും? ഈ ശരീരമാണ് ശരിക്കും ഈശോയുടെ ശരീരമാണ്, അതിന് കുറവുണ്ടാകാൻ പാടുണ്ടോ? പറയൂ. ശരിക്കും ഈശോയുടെ ശരീരമാണെങ്കിൽ കുറവുണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോടാ? പറ. പാടുണ്ടോ? ഇല്ല എന്നാണ് അവൻ പറഞ്ഞത്. പിന്നെന്താ അങ്ങനെ? ഇനി അടുത്ത ചോദ്യം, ഈ സഭയ്ക്ക് കുറവുകളുണ്ടോ? ഉണ്ടോ? ഇത്ര ഉറക്കൊക്കെ പറയല്ലേ? ഉണ്ടോ? കുറവൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ ഇതെങ്ങനെ ശരിയാവും? ഈശോയുടെ ശരീരമാണ്, ശരീരം ഈശോയുടെയാണ് ആ ശരീരമെങ്കിൽ അതിന് കുറവൊന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷെ ഈശോയുടെ ശരീരം എന്ന് പറയും സഭയ്ക്ക് കുറവുണ്ട് താനും. അപ്പൊ എങ്ങനെ ശരിയാവും? ഈശോയുടെ ശരീരത്തിന് കുറവുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? കാരണം മറ്റൊന്നുമല്ല, അതൊരു ശരീരമാണെന്ന് തന്നെയാണ് അതിന്റെ കാരണം. അതൊരു ശരീരമാണ് എന്ന് തന്നെയാണ് അതിന്റെ കാരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാറ്റ്സ് എ ബോഡി. അതൊരു ശരീരമാണ്. ശരീരമാണെങ്കിൽ രോഗം വരത്തില്ലേ? വരും. അസുഖം വരാം, രോഗം വരും. പനി പിടിക്കുകയല്ലേ, അഴുക്ക് പറ്റിയല്ലേ, ഒക്കെ പറ്റും. പക്ഷെ വേറൊരു സൂത്രമുണ്ട്. നിങ്ങളുടെ അമ്മയുടെ കാര്യം ഓർക്കുക, അമ്മച്ചിയുടെ കാര്യം ഓർക്കുക. അമ്മ ഒരു ദിവസം രാവിലെ അമ്മ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും അമ്മ മൂക്കൊക്കെ ചീറ്റി വേളൊക്കെ പറഞ്ഞ് ജലദോഷം പിടിച്ചതാ കൊച്ചേ, വിടാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വരുവാണ്. നിങ്ങളുടെ അമ്മ വരുക. ഉടനെ നിങ്ങൾ ആഹാ ഈ വൃത്തികെട്ട ജന്തു ഇറങ്ങിപ്പോ അങ്ങോട്ട്, ഓരോ സാധനം വന്നേക്കുന്നു എന്ന് പറയുവോ? പറയുവോ? അതിന് അസുഖം പിടിച്ചില്ലേ? അതിന് അസുഖം പിടിച്ചില്ലേ? മൂക്കൊക്കെ ചീറ്റി ബ്ലാന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ അതിനെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? ആ ഉണ്ട്. കാരണം എന്താണ്? അതെന്ത് അസുഖം പിടിച്ചാലും ശരി, അതിൻ്റെ ഒരമ്മയെന്നുള്ള നില മാറിപ്പോകുന്നുണ്ടോ? ഇല്ല, അത് അമ്മ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ല. ഇനി അതൊരു മനുഷ്യ വ്യക്തിയുടെ മനുഷ്യാസ്തിത്വമൊക്കെ നഷ്ടപ്പെട്ടു പോവോ? ഇനി മേലതൊരു മനുഷ്യനായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാവോ? ഇല്ല. ആ വ്യക്തിയുടെ വ്യക്തിമഹത്വവും അയാളുടെ സ്ഥാനവും സകല നന്മകളും ഒക്കെ അവിടെ തന്നെ നിൽക്കും. ഒരസുഖം വന്നെന്ന് കരുതി നിങ്ങളെ രണ്ടാവോ? ഇല്ല. നിങ്ങളുടെ അപ്പനെ നിങ്ങൾ അപ്പനായിട്ട് കണക്കാക്കാണ്ടിരിക്കുവോ? ഇല്ല. രോഗമുണ്ട് എന്നുള്ളത്, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു അസുഖം വന്നു, അതെന്താണ്? അത് സുഖമാക്കപ്പെടേണ്ട ഒരു കുറവ് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നല്ലാതെ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഞാനൊന്നും അല്ലാണ്ടാവത്തില്ല, നിങ്ങളല്ലാണ്ടാവില്ല. ആകുവോ? ഇല്ല. ഒരു കുറവ് ക്രിസ്തുവിന്റെ ശരീരത്തിനുണ്ട് എന്ന് കരുതി അത് ക്രിസ്തുവിന്റെ ശരീരമൊന്നും അല്ലാതാവില്ല. അത് മുറിവേൽക്കപ്പെട്ട ശരീരം തന്നെയാണ് ഈശോയുടെ ശരീരം. കുരിശിലേക്കൊക്കെ നോക്കുക, മുറിവേറ്റ ശരീരം തന്നെയാണ്, മുറിവേറ്റ ശരീരം തന്നെയാണ്. ആ മുറിവുകൾ കാലക്രമത്തിൽ സുഖപ്പെടുകയും ചെയ്യും അല്ലേ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ വളർന്നു നോക്കി എത്ര പ്രാവശ്യം മുറിയിട്ടുണ്ട്? ഇവിടെ ഇരിക്കണ അമ്മച്ചിമാരുടെ ചോദിച്ചോ, കൈ എന്തോരം പ്രാവശ്യം മുറിയിട്ടുണ്ടെന്നാ വിചാരം അല്ലേ? കത്തിയൊക്കെ എടുത്തിട്ട് എന്തോരം പ്രാവശ്യം മുറിഞ്ഞേക്കുന്നു, എന്നിട്ടിപ്പോ കൈക്ക് ഇല്ലാണ്ടായി പോയോ? കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ സുഖമാകും. പിന്നെ നമ്മൾ തപ്പി നോക്കിയാൽ കാണത്തു പോലില്ല. ഈ മുറിവാണോ നമ്മൾ കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. എന്നതുപോലെ ഈ കഴിഞ്ഞ 2000 വർഷത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാലുണ്ടല്ലോ, പല സമയത്തും മുറിഞ്ഞിട്ടുണ്ട്. പല സ്ഥലത്തും രോഗം ബാധിച്ച പോലെ ഇതെന്താ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ അതൊന്നും അവിടെ കാണിയല്ല. അതൊക്കെ മാറി 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 കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടും വിശുദ്ധീകരിക്കപ്പെട്ടും സൗഖ്യമാക്കപ്പെട്ടും നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവ് ജീവനോടുകൂടെ നയിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാണ് പരിശുദ്ധ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആ സഭയെ നമ്മൾ വിശ്വസിക്കണം, ആ സഭയിൽ നമ്മൾ ആശ്രയിക്കണം, ആ സഭയെ നമ്മൾ സ്നേഹിക്കണം. സാത്താൻ ഏറ്റവും അധികം
എതിർക്കാൻ ശ്രമിക്കുന്നത്, തകർക്കാൻ ശ്രമിക്കുന്നത് എന്തിനെ ആയിരിക്കാനാണ് സാധ്യത? ഏറ്റവും കൂടുതൽ നന്മ എവിടെ നിന്ന് വരുമോ അതിനെ, അല്ലേ? ഏറ്റവും കൂടുതൽ നന്മ എവിടെ നിന്നാണോ വരണേ അതിനെ തകർക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും നമുക്കതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിലും സാത്താൻ ഒരു കാര്യം നന്നായിട്ടറിയാം. ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ സോഴ്സ് തിരുസഭയാണ് എന്ന് സാത്താൻ അറിയാം. ഈ ശാഖയ്ക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നതും അതിനെ വളർത്തുന്നതും ഈ തായ്തണ്ടാണെന്ന് ശാഖയ്ക്ക് അറിയില്ലെങ്കിലും പരിശുദ്ധാത്മാവിനറിയാം, പിശാചിനും അറിയാം. നമുക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവില്ല. നമ്മൾ വിചാരിക്കുമോ നമ്മളെങ്ങനെ നടക്കണോ ഒരു കുഴപ്പമില്ലോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ താങ്ങി നിർത്തുന്ന അടിത്തറ എന്താണ് എന്ന് സാത്താന് നന്നായിട്ടറിയാം. അവിടെയാണ് അവൻ അറ്റാക്ക് ചെയ്യുക. നമ്മൾ വേണ്ടത്ര പ്രതിരോധം എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ അറ്റാക്കിൽ വീഴും. നമ്മുടെ ഉള്ളിൽ വേണ്ടത്ര ബോധ്യങ്ങളുടെ ഉറപ്പ് അടിത്തറ പണിതിട്ടില്ലെങ്കിൽ നമ്മൾ വീഴുക തന്നെ ചെയ്യും, വീഴും. പത്രത്തിൽ 2 വാർത്ത കണ്ടാൽ, ചാനലിൽ 2 വാർത്ത കണ്ടാൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, പള്ളിയിൽ നിന്നൊരു മോശമായ അനുഭവം ഉണ്ടായാൽ അതോടെ തീരും. അങ്ങനത്തെ എന്തുമാത്രം ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, എന്തുമാത്രം ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. ഒരു ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, ഒരു പള്ളിയിൽ ചെന്നപ്പോഴത്തേനുണ്ടല്ലോ, ഇവിടുത്തെ ഒരു ചേട്ടൻ പള്ളിയിലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ ചേട്ടനോട് ഭയങ്കര ദേഷ്യം. ഞാൻ എന്നാ പറ്റി? പറഞ്ഞു, ഞാൻ ഇനി പള്ളി പോണ പരിപാടിയില്ല എന്ന് പറഞ്ഞു. അതെന്താണ് കാര്യം? ഇത്രയേ ഉള്ളൂ, ആ പള്ളിക്ക് ഒരു നഴ്സിംഗ് കോളേജൊക്കെ ഉണ്ട്. ആ നഴ്സിംഗ് കോളേജിൽ ഈ ചേട്ടൻ്റെ കൊച്ചിന് അഡ്മിഷൻ കൊടുത്തില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ഇപ്പം നമ്മുടെ കൊച്ചിന് നമ്മുടെ പള്ളിയിൽ അഡ്മിഷൻ തരാൻ പറ്റത്തില്ലെങ്കിലേ നമ്മൾ പള്ളി പോണില്ല. എന്തിനാ പോണേ? എന്തിനാ ഇപ്പം പോണേ? ഞങ്ങളുടെയൊക്കെ കാരണവന്മാരുടെ വല്യപ്പനോട് കൂടി കല്ല് വന്നിട്ടാണ് ആകെ പണിത്. എന്നിട്ടിപ്പം നമ്മുടെ കൊച്ചിൻ്റെ ഒരു ആവശ്യത്തിന് നമുക്ക് തരാനില്ല. അങ്ങനത്തെ പള്ളിയിൽ ഇപ്പം നമുക്ക് പോകണ്ട. അല്ല, കേൾക്കുമ്പോൾ നമുക്ക് ന്യായമാണെന്ന് തോന്നാം. പക്ഷെ സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ അത്ര നാൾ ആ ചേട്ടൻ പള്ളി പോയിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇതൊക്കെ കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കച്ചവടം, അല്ലേ? ഞാൻ 10 രൂപ കൊടുത്താൽ 10 രൂപയുടെ വെണ്ടയ്ക്ക എനിക്ക് കിട്ടണം, അതാണ് കച്ചവടം. വെറുതെ ആരെങ്കിലും 10 രൂപ കൊടുക്കൂ? ഞാൻ പള്ളിയിൽ പോകണമെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് ആശുപത്രിയിലെ ഡിസ്കൗണ്ട്, അഡ്മിഷൻ ചെല്ലുമ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടണം. അല്ല പിന്നെ എന്തിനത്? അല്ലേ 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 സത്യത്തിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യം എന്നറിയാമോ? ഈശോയുടെ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മുടെ ശുശ്രൂഷകരും ഇടവകളും ബഹുമാനപ്പെട്ട സന്യസ്തരും അച്ഛന്മാരും ഒക്കെ ചേർന്ന് ഒത്തിരി നമ്മുടെ ജനമൊക്കെ വളരാൻ വേണ്ടി സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. ആശുപത്രികൾ പണിതു, വിദ്യാലയങ്ങൾ പണിതു, അവിടെയൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നു. അങ്ങനെ ഇവരെയൊക്കെ പഠിപ്പിച്ചു, മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടു, ജോലികളിലേക്കൊക്കെ പ്രവേശിപ്പിച്ചു. പക്ഷെ അവസാനം എന്തുണ്ടായെന്നറിയാവോ? അവസാനം എന്തുണ്ടായി? ഇതൊക്കെ തന്നെ ഒത്തിരി പേരെ തിരുസഭയ്ക്ക് എതിരെ നിൽക്കാൻ കാരണമാക്കുകയും ചെയ്തു. ഒത്തിരി ആളുകൾക്ക് തിരുസഭയോടുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒക്കെ കാരണം അവർക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കിട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അഥവാ ഒരു പരിധി വരെ വലിയൊരു ശതമാനം ആളുകൾ തിരുസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് അവിടെ അഡ്മിഷൻ, ഇവിടെ കെട്ടത്, ആ സാധനം, ഇത് ചിലപ്പോൾ പള്ളികളിൽ പോലും ചോദിച്ചു, ഇടവക പള്ളിയിലെന്ന് വിചാരിച്ചു. ചില ആളുകൾ മുമ്പിൽ നിൽക്കാൻ പോലുള്ള കാരണം എന്നറിയാമോ? അധികാരമൊക്കെ കാണണം, സ്ഥാനത്ത് അങ്ങനെയൊക്കെ നിൽക്കണം. അല്ലാണ്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി കാണിക്കണമെന്നില്ല. നമ്മൾ ഓർക്കണം, പരിശുദ്ധ സഭയിൽ നമുക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം ആശുപത്രിയിലെ ചികിത്സ കഴിയുമ്പോഴുള്ള ഡിസ്കൗണ്ടോ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷനൊന്നും അല്ല, ആധ്യാത്മിക നന്മകളാണ്, ആധ്യാത്മിക വരങ്ങളാണ്. ആ വരങ്ങൾ നിങ്ങൾക്ക് തരുന്നതിന് വേണ്ടി, നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി ഈ സഭയെ സ്ഥാപിച്ചത്. അത് നമ്മൾ തിരിച്ചറിയാം. അത് തിരിച്ചറിയാത്തടത്തോളം കാലം നമുക്കിതൊരു സംഘടനയായിരിക്കും. നമ്മളിങ്ങനെ പറയും, മാമോസ ഇപ്പൊ എന്തുണ്ടായി? സഭയിൽ അംഗമായി എന്ന് പറയും. സഭയിൽ അംഗമാവുകയല്ല, അവിടുത്തെ ശരീരത്തിന്റെ അവയവമായി ഞാൻ ഒട്ടിച്ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ ഓർക്കണം. അത് ചുമ്മാ പറയണതല്ലത്, ആലങ്കാരികമായിട്ട് ശരിക്കും പോലും അങ്ങനെയാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ തൊലി ഇങ്ങനെ പൊളിച്ചിട്ട് ഒട്ടിച്ചു ചേർക്കണ പോലെ നമ്മളൊക്കെ എവിടേക്കാണ് ഒട്ടിച്ചേർന്നറിയോ? വിശുദ്ധ അപ്രേമിന്റെ ഒരു പ്രാർത്ഥനാ ഗീതം, അതിനകത്ത് കാര്യം എങ്ങനെയാണ്? ഉറങ്ങിക്കിടന്നിരുന്ന ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വ ജനിച്ചതുപോലെ, ഉറങ്ങിക്കിടന്നിരുന്ന ഉറങ്ങിക്കിടന്നിരുന്ന 2ാം ആദത്തിന്റെ പാർശ്വത്തിൽ നിന്ന് തിരുസഭ ജനിച്ചു. കേട്ടോ നിങ്ങളങ്ങനെ? എന്താ അതിന്റെ അർത്ഥം എന്നറിയോ?
രണ്ടാം ആദമാകുന്ന മിശിഹ കുത്തിപ്പിളർക്കപ്പെട്ട ആ ഹൃദയത്തിൽ നിന്ന് വെള്ളവും ജലവും ഒഴുകി. വെള്ളവും ജലവും ഉണ്ട് അതിൽ. ഒഴുകിയ തിരുസഭയ്ക്ക് വെള്ളവും ജലവും പോലെ സ്വർഗീയ വശവും മാനുഷിക വശവും ഉണ്ട്. മനുഷ്യരായ നമ്മളൊക്കെ കൂടി ചേർന്ന മാനുഷിക വശവും സ്വർഗീയ വശവും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നതാണ് ഈ തിരുസഭ. ആ തിരുസഭയിലാണ് നമ്മൾ അംഗമായിരിക്കുന്നത്. ആ തിരുസഭയിലാണ് നിങ്ങൾ പിന്നീട് വിവാഹിതരായിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാണ്ട് കണ്ട രജിസ്റ്റർ ഓഫീസിലല്ല. ആ സഭയിലാണ് നമ്മൾ ഒരു ശരീരമായി ഒട്ടിച്ചു ചേർന്നതെങ്കിൽ, ആ ശരീരത്തിലാണ് നമ്മൾ വിവാഹിതരായിരിക്കുന്നതെങ്കിൽ, സകല ജീവന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സകല കൃപകളുടെയും ഉറവ ആ പരിശുദ്ധ ശരീരമാകുന്ന തിരുസഭയാണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന സമയം മുതൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേൾക്കപ്പെടാൻ പോകുന്നുള്ളൂ. അങ്ങനെയാണത്. അതുകൂടാതെ നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ഇതൊന്നും ഫലമാവില്ല. ഈ കമ്പ് ഇവിടുന്ന് മാറിക്കിടന്നുകൊണ്ട് എന്തോരം ഇങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതൊന്നും കയറി വരില്ല. ഇതിലോട്ട് മുട്ടിയിരിക്കണം. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇനി അങ്ങനെ മുട്ടി നിന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്നും കൂടിയാണ് ഈശോ പറയാൻ പോകുന്നത്. അടുത്ത വാചകം നമുക്ക് വായിക്കാം. 15-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം വായിക്കാം. വീണ്ടും ഈശോ പറയുകയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. അടുത്തത് എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നോക്കുക, എന്റെ ശരീരത്തിൽ നിൽക്കാതെ അഥവാ ഞാൻ നിങ്ങളോട് ഒട്ടി നിൽക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ പറ്റിയല്ല, പൗരോഹിത്യ ജീവിതം നയിക്കാൻ പറ്റിയല്ല, പഠിക്കാൻ പറ്റിയല്ല. എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എടുത്ത് വായിക്കാനുള്ള ബുദ്ധി മനുഷ്യന് ദൈവം തന്നിട്ടില്ലെന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് അവന്റെ ജീവിതത്തെ ആകമാനം സഫലീകരിക്കുന്ന വിധത്തിൽ ആ വിദ്യാഭ്യാസത്തെ ഉയർത്താൻ അവന് പറ്റത്തില്ലെന്നാണ് ഈ പറഞ്ഞത്. അവന്റെ ജീവിതത്തെ അവനിങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെയൊക്കെ ജീവിക്കാം, പക്ഷെ അത് അർത്ഥപൂർണമായ ഒരു മനോഹര ജീവിതമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. കുറെ തിന്നും കുടിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും സിനിമയ്ക്ക് പോയും അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും. ഒരു സിനിമ കഴിയുമ്പോൾ ആ സന്തോഷം തീർന്നു. ഇനിയിപ്പോൾ അടുത്ത സിനിമ, അത് കഴിഞ്ഞ മാസം പോയി. ഇനി വേറെ കടയിൽ പോയിട്ട് വല്ലതും തിന്നാം, അത് തിന്ന് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് പോയി. ഇങ്ങനെ പോകുന്നല്ലാണ്ട് വിശുദ്ധരൊക്കെ അനുഭവിച്ചിരുന്നത് പോലത്തെ ആന്തരിക ആനന്ദത്തോടുകൂടെ, ജീവിതത്തിന്റെ സംതൃപ്തിയോടുകൂടെ ദൈവസന്നിധിയിൽ കൃതജ്ഞതാഭരിതരായിട്ട് ജീവിക്കാൻ ഇത് കൂടാതെ കഴിയില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ആളുകൾ തെപ്പ് തേടി നടക്കുന്ന മുഴുവൻ ഇതാണ്. എന്തുകൊണ്ടാണ് ആളുകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയാവുന്നതെന്നറിയാവോ? ഈ സന്തോഷം കിട്ടാൻ വേണ്ട. പൊട്ടക്കിണറുകൾ തേടി പോവുക എന്നാണ് അതിന് പറയുന്നത്. അവിടെ ചെന്നാൽ ഇച്ചിരി സന്തോഷം കിട്ടും. എവിടെ കിട്ടാനാണ്? അത് കഴിയുമ്പോൾ തന്നെ അടുത്ത് തുടങ്ങും. സ്വർഗീയ ആനന്ദം കിട്ടുമെന്ന് പറഞ്ഞാണ് കഞ്ചാവൊക്കെ വലിച്ചടിക്കുന്നത്. അത് കഴിയുമ്പോൾ തീർന്നു, പിന്നെ അടുത്തതിന് വേണ്ടി പോവുകയാണ്. അതൊക്കെ പൊട്ടക്കിണറുകളാണ് എന്നാണ്. എന്ന് വെച്ചാൽ താൽക്കാലികമായി ആകർഷിക്കുകയും ചെന്ന് വീണ് കഴിയുമ്പോൾ അതിനകത്ത് ഒന്നുമില്ലെന്ന് തിരിച്ചറിയുകയും പിന്നെ കരകയറാൻ പറ്റാതാവുകയും ചെയ്യുന്ന അവസ്ഥയാണത്. സത്യം പറഞ്ഞാൽ ഈ സകല തിന്മകളുടെയും പുറകെ പാഞ്ഞു നടക്കുന്ന മനുഷ്യർ മുഴുവനും ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് കാക്ഷിക്കുന്നത്, ദാഹിക്കുന്നത് ഈ ദൈവിക ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്, ആത്മാവിന്റെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ്, ആത്മാവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർഭാഗ്യവശാൽ ഈ ആത്മാവിന്റെ ആനന്ദവും ആത്മാവിന്റെ സന്തോഷവുമാണ് മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നിന്ന് നേടിയെടുക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ആത്മാവിനെ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾ പോയിരുന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ല. ആ ആത്മാവിലേക്ക് കൃപയൊഴുകുന്ന മേഖലയോട് മുട്ടിച്ചേർത്തുക എന്നാണ്. പരിശുദ്ധ സഭയോട് എന്റെ ആത്മാവിനെ ചേർത്ത് വയ്ക്കുക എന്നാണ്. എന്റെ ആത്മാവിനെ പരിപാലിക്കാൻ ആത്മീയ പാലകർക്ക് പരമേൽപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ആത്മാവിനെ പരിപാലിക്കാൻ അജപാലകർക്ക്, ആത്മീയ പാലകർക്ക് പരമേൽപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരു രോഗം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ആശുപത്രി കൊണ്ട് പറയും, ഡോക്ടറെ ദാണ്ട എന്റെ ശരീരം എന്നേലും വേഗം ചെയ്യോ എന്ന് പറയും, അല്ലേ? ഡോക്ടർ അതിനെ എടുത്തോണ്ട് പോയിട്ട് കീറുകയോ മുറിക്കുകയോ ഒട്ടിക്കുകയോ മരുന്നിട്ട് കൊടുക്കുകയോ എന്നേലുമൊക്കെ ചെയ്യും, അല്ലേ? നിങ്ങൾ പറയാം എന്റെ ശരീരത്തെ തൊട്ട് പോയത് മാറി നിന്നോണ്ട് അവിടെ നിന്നോണ്ട് ചെയ്താൽ മതി എന്ന് പറയൂ? ഡോക്ടറെ എന്നാ ചെയ്താലും വേണ്ടില്ല, എനിക്കിതൊന്ന് മാറ്റി തായോ എന്ന് പറഞ്ഞില്ല ചെല്ലുന്നത്. അപ്പൊ ഡോക്ടർ പറയും ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യോ, എന്നാ വേണേലും ചെയ്യാം ഡോക്ടറെ എന്നൊക്കെ പറയാൻ നമുക്കൊരു മടിയില്ല. ഈ പേട്ട് ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ
അത് പരിപാലിക്കുന്ന ആളുടെ അടുത്ത് കൊണ്ട് കൊടുക്കാൻ നമുക്ക് ഒരു മടിയില്ല. എന്നിട്ട് കൊടുക്കുക മാത്രമല്ല, ഇഷ്ടം പോലെ കാശും അങ്ങോട്ട് കൊടുക്കും അല്ലേ? ചോദിക്കണ കാശും കൊടുത്തിട്ട് അവിടെ പോയി കുത്തിയിരിക്കാൻ നമുക്കൊരു മടിയില്ല. പക്ഷേ ആത്മാവും നിന്റെ ജീവിതവും അത് പരിപാലിക്കുന്നവരെ ഏൽപ്പിക്കാൻ വല്ലാത്ത ഭയം, മടി. ഇതൊക്കെ ഞാൻ തന്നെ ശരിയാക്കാം എന്നും പറഞ്ഞിട്ട് ഇതെവിടെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ്? ഇതെങ്ങനെ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ്? അതിനുവേണ്ടിയാണ് കർത്താവ് അജപാലകരെ നമ്മുടെ കുടുംബങ്ങൾക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം വായിച്ച സുവിശേഷ ഭാഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എവിടെയെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ സൂത്രം വായിച്ചില്ലായിരുന്നോ? എന്തായിരുന്നു അത് വായിച്ചത്? കർത്താവേ, കല്യാണ ജീവിതം ഇപ്പുറത്തിലുള്ളതാണെങ്കിൽ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാം തിരുവചനം, ഭാര്യാഭർത്തൃബന്ധം ഈ പരുവത്തിലുള്ളതാണെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്ന ആണല്ലോ ഭേദം എന്ന് പറഞ്ഞത് ആരാണ്? അപ്പസ്തോലന്മാരാണ് പറഞ്ഞത്. അപ്പസ്തോലന്മാരാണ് പറഞ്ഞത്. ഇത് ഈ അപ്പസ്തോലന്മാര് പറഞ്ഞപ്പം ഈശോയുടെ മറുപടി എന്താ? ഒന്ന് വായിച്ചേ. കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇനി പറയാൻ പോകുന്ന ഉപദേശം ഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. കൃപ ലഭിച്ചവരല്ലാതെ ആരും ഇനി പറയാൻ പോകുന്ന ഉപദേശം മനസ്സിലാക്കാൻ പോകുന്നില്ല. ഇവിടെ ഇരിക്കുന്നവർക്കും ഇത് ബാധകമാണ്. കൃപ ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇനി പറയാൻ പോകുന്ന സുവിശേഷത്തിന്റെ ഉപദേശം മനസ്സിലാവത്തില്ല. മനസ്സിലായോ? മുണ്ടക്കണം വീഴ്ച വെറുതെ നടുക്കൊരു മൂക്ക് ഫിറ്റ് ചെയ്തിട്ടിരിക്കുക. മനസ്സിലായോ? എന്നാൽ ആ ഉപദേശം എന്നാന്ന് നോക്കാം. ഉപദേശം വായിച്ചേ. എന്തെന്നാൽ ഷണ്ഡന്മാരായി ജനിക്കുന്നവർ. കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ ഷണ്ഡത്വമൊക്കെ? ഷണ്ഡന്മാരായി ജനിക്കുന്നവരുണ്ട്. പിന്നെ ദാണ്ട കിടക്കണം. പിന്നെ മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിയുള്ളവൻ ഗ്രഹിക്കട്ടെ. ഇതെന്നെ വർത്തമാനമാ. അതാണോ ഇവിടെ പറഞ്ഞു വന്നത്? കുടുംബജീവിതത്തിന്റെ കാര്യം പറയുമ്പോൾ ഷണ്ഡത്വത്തിന്റെ കാര്യമാണോ പറയണേ? അതാണോ പറയേണ്ടത്? കുടുംബജീവിതം പാടാന്ന് പറഞ്ഞത് ഞാൻ എളുപ്പമുള്ളാക്കാനുള്ള വഴി പറഞ്ഞു തരാം. 2 പാരസെറ്റമോൾ ദിവസം 3 പ്രാവശ്യം വീതം കഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും പരിപാടി കൊടുക്കാനുള്ളതിന് കർത്താവ് പറയുന്ന കാര്യം എന്താണ്? ഈശോ പറയുകയാണ് ഷണ്ഡന്മാരായി ജനിക്കുന്നത്. പരസ്പര ബന്ധമില്ലാത്ത കാര്യമൊക്കെയാണോ പറയുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഈശോ ഇത് ആരോടാ പറയുന്നത്? അപ്പസ്തോലന്മാരോടാണ്. അപ്പസ്തോലന്മാരോടാണ്. എന്റെ ചോദ്യം, ആരാണ് ഈ അപ്പസ്തോലന്മാർ? ഈശോയുടെ ശിഷ്യന്മാർ. ഉത്തരം തെറ്റാണ്. തെറ്റാണെന്ന് തീർത്ത് പറയാൻ പറ്റില്ല. ഈശോ അപ്പസ്തോലന്മാര് ശിഷ്യന്മാരുമാണ്. എന്നാ പിന്നെ അപ്പസ്തോലന്മാരെന്തിനാ പറയാം? ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ പോരെ? എന്താണ് അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും തമ്മിലുള്ള വ്യത്യാസം? ആരാണ് അപ്പസ്തോലന്മാർ? ആരാണ് ശിഷ്യന്മാർ? പറ. ഇതറിയാൻ പാടില്ല. ഉണ്ടല്ലോ, ഇനി നിങ്ങളെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പാടില്ല. സത്യമായിട്ടും. കാരണം ഒരാൾ ക്രിസ്ത്യാനി ആയിരിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. അങ്ങനെയാണെന്ന് ഞാൻ ഈ ബാക്കി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ദൈവമേ, ഇതറിയത്തില്ല പിന്നെ എങ്ങനെ ബാക്കി ശരിയാവും? അങ്ങനെയാണ് എൻ്റെ പ്രശ്നം. ആരാണ് അപ്പസ്തോലന്മാർ? ഈശോ തെരഞ്ഞെടുത്ത ആൾക്കാരാണ്. ഓ ശരി. അപ്പം വേറെ ആരും തെരഞ്ഞെടുത്തവരൊന്നുമില്ല. പിന്നെ ഈശോ പേര് ചൊല്ലി വിളിച്ചവരാണ്. വേറെ ആരും പേര് ചൊല്ലി വിളിക്കാറില്ല. മർത്ത മർത്ത എന്നൊക്കെ പറഞ്ഞാൽ പേരൊന്നും വിളിക്കാറില്ലേ? ഉണ്ടല്ലോ. പിന്നെന്താ? അതുപോട്ടെ, ഈ അപ്പസ്തോലന്മാർ എത്ര പേരുണ്ടായിരുന്നു? 74 72 72 പറഞ്ഞ സകല ആൾക്കാരും 100 പ്രാവശ്യം എംബോസിഷൻ എഴുതാണ്ട് ഭക്ഷണം കഴിക്കാൻ പോയേക്കരുത്. എത്ര അപ്പസ്തോലന്മാര്? 12 അപ്പസ്തോലന്മാർ. പറഞ്ഞേ ഹല്ലേലൂയ. എത്ര അപ്പസ്തോലന്മാർ? എംബോസിഷനാ. എത്ര അപ്പസ്തോലന്മാർ? 12 അപ്പസ്തോലന്മാർ. 12 പേർ. എന്താണ് ഈ അപ്പസ്തോലന്മാർക്ക് പ്രത്യേകതയോടെ ഉള്ളത്? എന്താണ് ഇവരുടെ പ്രത്യേകത? അറിയാവുന്ന ആരോ ഉള്ളു? വേദപാഠം പഠിച്ചു കഴിഞ്ഞാൽ ആരാ ഉള്ളേ? എന്താണ് പ്രത്യേകതയുള്ളവർക്ക്?
ഇതറിയത്തില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ധ്യാനകേന്ദ്രത്തിൽ ക്രിസ്ത്യാനികളൊന്നും വരാറില്ലേ? പാവം അച്ഛന്മാർ കഷ്ടപ്പെട്ട് ധ്യാനം നടത്തുക. എന്താണ് അപ്പസ്തോലന്മാരുടെ പ്രത്യേകത? അവർക്കെന്താ? അവരാരാണ്? തോറ്റാ? തോറ്റ് തൊപ്പിയിട്ട് ഇതറിഞ്ഞില്ലേ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലാ ശിഷ്യന്മാരും ശിഷ്യന്മാരാണ്. അപ്പസ്തോലന്മാരും ശിഷ്യന്മാർ തന്നെയാണ്. ഈശോയെ അനുഗമിക്കുന്ന സകലരും ശിഷ്യന്മാരാണ്. പക്ഷെ അപ്പസ്തോലന്മാരാരാണെന്നറിയാമോ? അവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? അവർക്കെന്താണ് പ്രത്യേകമായി ഉള്ളത്? ഈ അപ്പസ്തോലന്മാർക്ക് ശിഷ്യഗണത്തിൽ നിന്ന്, നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്, ഈ 12 പേർക്ക് പ്രത്യേകമായുള്ള കാര്യത്തിന്റെ പേരാണ് പൗരോഹിത്യം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇത് അറിയത്തില്ല. പിന്നെ ക്രിസ്ത്യാനി എങ്ങനെ പറയണത്? ഈ 12 പേരാണ് ആദ്യത്തെ മെത്രാന്മാർ. ഈശോ നേരിട്ട് പൗരോഹിത്യ അഭിഷേകം നൽകി പൗരോഹിത്യത്തിന്റെ പൂർണ്ണത നൽകിയ ആദ്യത്തെ മെത്രാൻ സംഘമാണ് ഈ 12 അപ്പസ്തോലന്മാർ. ഇതറിയായിരുന്നോ? ഇതറിയത്തില്ല പിന്നെ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് പൗരോഹിത്യം സ്ഥാപിക്കുന്നത്, അങ്ങനെയാണ് സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഈ കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്നറിയത്തില്ല പിന്നെ എങ്ങനെ ഉണ്ടാവും? ഈ 12 പേർക്കാണ് കർത്താവ് പൗരോഹിത്യം കൊടുത്തത്. അതുകൊണ്ടാണ് അവരെ മാത്രം പാപം മോചിക്കാൻ ഏൽപ്പിച്ചത്. പേടിയാ. അതുകൊണ്ടാണ് അവരെ മാത്രം കൂട്ടിക്കൊണ്ട് ബലിയർപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധ കന്യാമറിയം പോലും ആ കൂട്ടത്തിലില്ല. അവരെ മാത്രം 12 പേരെ മാത്രം കൂട്ടിക്കൊണ്ട് അവിടുന്ന് ബലിയർപ്പിച്ചിട്ട് അവരോടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞത്. അന്നു മുതൽ ഇന്ന് വരെ അവരാണ് ഈ കാര്യം കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത്. വചനം പ്രഘോഷിക്കാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും പാപം മോചിക്കാനും ബലിയർപ്പിക്കാനും അധികാരപ്പെടുത്തുന്ന മിശിഹായുടെ നിത്യപൗരോഹിത്യത്തിലേക്ക് കർത്താവ് പങ്കുചേർത്തവരാണ് ഈ 12 പേർ. ഈശോ പട്ടം കൊടുത്ത 12 പേരാണ് ഈ അപ്പസ്തോലന്മാർ. അതുകൊണ്ട് അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വൈദികരാണ്, അവിടുത്തെ പുരോഹിതരാണ്, അവിടുത്തെ മെത്രാന്മാരാണ്. അന്ന് മുതൽ ഇന്നു വരെ ഇടമുറിയാതെ ഈ മെത്രാഭിഷേകം കൈമാറ്റം ചെയ്ത് ഇന്നും നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സഭയെ അപ്പസ്തോലിക സഭയെന്ന് വിളിക്കുന്നത്. അതിന്റെ മറ്റൊരു വാക്ക് ഈ മിശിഹായുടെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ നിലനിൽക്കുന്ന സഭയെന്നാണ് അതിന്റെ അർത്ഥം. അല്ലേ നമ്മൾ വിചാരിക്കും ഇടക്കാലത്ത് ആരാണ്ട് സഭയെ സംരക്ഷിക്കാനും സ്വത്തൊക്കെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് കുറച്ച് നേതാക്കന്മാരെ വെള്ളയുടുപ്പൊക്കെ ഇടിപ്പിച്ചങ്ങ് വിട്ടാന്ന് വിചാരിക്കരുത്. ഇത് ഈശോ സ്ഥാപിച്ചതാണ് ഈ പൗരോഹിത്യം. മനസ്സിലായോ? ഈശോ സ്ഥാപിച്ച പൗരോഹിത്യമാണ്. ഈ പൗരോഹിത്യം കൊടുത്ത 12 പേരാണ് വന്നിട്ട് പറയുന്നത്, ഈശോയെ കുടുംബജീവിതം ഭയങ്കര പാടാണ്. അപ്പോൾ ഈശോ അവരോട് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് അറിയാമോ? ഈശോ പറയുകയാണ്, ഈ ലോകത്തിൽ ഷണ്ടരായി ജനിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ജനിച്ചതേ അങ്ങനെയാണ്, അവർക്ക് കുടുംബമൊന്നും സാധ്യമല്ല. ഇനി മനുഷ്യരാൽ അങ്ങനെ ആക്കപ്പെടുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ചില രാജാക്കന്മാര് അവരുടെ രാജകുമാരീനെയൊക്കെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ഭൃത്യന്മാർ അവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഷണ്ടരാക്കി മാറ്റുമായിരുന്നു. അപ്പൊ അവര് മനുഷ്യരങ്ങനെ ആക്കിയതാണ്. അതിന് വലിയ വിശേഷവിധിയായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ മൂന്നാമതൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി കുടുംബം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ചില ആളുകൾ. ആരെയാ സൂചിപ്പിക്കുന്നേ? ആ പട്ടം മേടിച്ച് നിൽക്കുന്ന അപ്പസ്തോലന്മാരോടാ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ദൈവരാജ്യത്തെ പ്രതി കുടുംബത്തെ വേണ്ട എന്ന് വെച്ച് എന്റെ പൗരോഹിത്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ചിരിക്കുന്നവരാണ്. നിങ്ങളാണ് ഈ ക്ലേശകരമായ കുടുംബജീവിതത്തിന് അനായാസമാക്കാൻ സഹായം ചെയ്യേണ്ട ദൈവിക ശുശ്രൂഷ ചെയ്യേണ്ടവർ. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരാതി പറയരുത് എന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? അതിന്റെ അർത്ഥം എന്താണ്? കുടുംബജീവിതം ക്ലേശകരമാണെന്ന് കരുതുന്ന ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അതിനെ പരിഹരിക്കാനായി കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ ആത്മീയ ശുശ്രൂഷയിലേക്ക് തങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടുപോയി വെക്കണമെന്നാണ് ഇതിന്റെ അർത്ഥം. പണ്ടുകാലത്തെ ആൾക്കാർക്ക് ഈ ബോധം ഉണ്ടായിരുന്നതുകൊണ്ട് വീട്ടിലൊരു തല്ലും പിടിയോ എല്ലാം ഉണ്ടായി കഴിഞ്ഞാൽ ഓടിച്ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപിടിച്ചുകൊണ്ടും എൻ്റെ പൊന്നച്ച ഇതുങ്ങളായിട്ട് കൂടി തല്ലും പിടി അച്ഛൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചെന്നാൽ പറഞ്ഞ് കൊണ്ടുചെല്ലും. ചിലതിൻ്റെയൊക്കെ കഴുത്തേലാണ്, കൈ പിടി, തലയിലല്ല. എന്നാലും അച്ഛനിങ്ങനെ തലേ കൈ വെച്ചൊക്കെ പ്രാർത്ഥിക്കുക വെച്ചു. അപ്പം ആ പ്രശ്നം ശരിയാവും. ഇപ്പം നമ്മൾ കുറെ കട വളർന്ന് ബുദ്ധിയൊക്കെ ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ?
അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അച്ഛാ രണ്ടുകൂടി അടിയാ, നല്ല കൗൺസിലർ എവിടെ കിട്ടും എന്ന് ആ അച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കും. എന്തൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിതൊക്കെ എങ്ങോട്ടായി പോകുന്നത്. കർത്താവ് തൻ്റെ അനന്തജ്ഞാനത്തിൽ നിന്ന് തലമുറകളെ സംരക്ഷിക്കാൻ, തൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർക്കപ്പെട്ട അവയവങ്ങൾക്ക് സുസ്ഥിതി നൽകാൻ, അവർക്ക് ആത്മീയ വളർച്ച നൽകാൻ, കുടുംബങ്ങളിൽ അനുഗ്രഹം ചൊരിയാൻ അവിടുന്ന് സ്ഥാപിച്ചിരിക്കുന്ന സംവിധാനങ്ങളെ പാടെ മറക്കുകയും അവഗണിക്കുകയും ചെയ്തിട്ട് സ്വന്തം ബുദ്ധി കൊണ്ടും സൈക്കോളജിക്കൽ കപ്പാസിറ്റി കൊണ്ടും തങ്ങളുടെ കഴിവുകൊണ്ടും ഒക്കെ ഇത് നടത്താനായിട്ട് ശ്രമിക്കുന്ന ഹതഭാഗ്യരുടെ ഒരു കൂട്ടായ്മയായിട്ട് പതുക്കെ പതുക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. തിരുവചനം പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുക, നമ്മളും നമ്മുടെ കുടുംബവും അഭിവൃദ്ധി പ്രാപിക്കും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് വിശുദ്ധൻ നമ്മെ പഠിപ്പിച്ചത്, ക്രിസ്തുവിനോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ കൂട്ടായ്മകൾ, അവിടെയാണ് കർത്താവ് നമുക്ക് അനുഗ്രഹം ചൊരിയുന്നത്. ഒരു ശ്രദ്ധേയമായ ഒരു ഭാഗം, ഈശോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പല സ്ഥലത്തും കാണും. എന്ന് പറഞ്ഞാൽ കാനായിലെ വെള്ളം വീഞ്ഞാക്കി അവിടുത്തെ കുഴപ്പം പരിഹരിക്കുന്നു. അതുപോലെ വിശന്ന് വലഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരെ തൃപ്തരാക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം അതില് 6-ാമത്തെ അധ്യായം കിട്ടിയവരൊക്കെ എടുത്തു. 30 മുതലുള്ള തിരുവചനങ്ങൾ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. അപ്പം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. അതിന്റെ ഒരു 34-ാം തിരുവചനം തൊട്ട് വായിച്ചേ. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിപ്പിച്ച് വൈകുന്നേരമായി. മനുഷ്യരൊക്കെ വിശന്ന് വല്ല ചാവാറായിട്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇപ്പം നിങ്ങൾ ഇരിക്കണ പോലെയൊക്കെ തന്നെ. വിശക്കണില്ലേ? പിന്നെ വിശക്കണില്ല. അങ്ങനെ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. അപ്പം എന്തുണ്ടായി? നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ഇതൊരു വിജനപ്രദേശമാണ്, ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലമാണ്. കാട്ടുമുക്കിൽ വന്നിട്ട് പ്രസംഗം നടത്തുന്നത്. ടൗണിലും ഇല്ലാണെങ്കിൽ എന്തെല്ലാം എളുപ്പമുണ്ടായിരുന്നു. സമയവും വൈകി. ഇനിയോ ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. എന്തോരം ആൾക്കാരുണ്ടായിരുന്നു? ഈ സംഭവത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, ഏകദേശം 5000 പുരുഷന്മാരുണ്ടായിരുന്നു. എന്നാൽ ആ നാട്ടിൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ പുരുഷന്മാർ മാത്രമുണ്ട് പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത്. സ്ത്രീകളൊന്നും പോകത്തുമില്ല. അതുകൊണ്ടാണോ? സാധാരണ എവിടെ നോക്കിയാലും കൂടുതൽ പോകുന്ന ആരാ? സ്ത്രീകളാണ് അല്ലേ? സ്വാഭാവികമായി അന്നും ഈശോയെ കേൾക്കാൻ പോയിട്ടുള്ളത് കൂടുതൽ ആരായിരിക്കും? പിന്നെന്താ ഈ പുരുഷന്മാരെ കാര്യം പറയാത്തത്? അല്ല മാത്രം പറയണത്? അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു പുരുഷൻ എന്നതാണ് ഒരു കുടുംബത്തെയൊക്കെ സാധാരണ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ പണ്ടത്തെ കാലം അങ്ങനെയായിരുന്നു. പണ്ട് കാലത്തൊക്കെ ഒരു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, ആ പുരുഷൻ ഇന്നയാൾ ഇന്ന ചേട്ടൻ്റെ വീടെന്നൊക്കെയല്ലേ ഇന്നത്തെ കാലത്ത് പോലും നമ്മളൊക്കെ പറയാറ്. ആ പുരുഷനും പുള്ളിയുടെ ഓരോ 3-4 ഭാര്യമാരും കുറേ പിള്ളേരും കുറച്ച് വൃത്തിമാരും കുറച്ച് ആടുമാടുകളും ഒക്കെ കൂടുന്നതാണ് ആ കുടുംബം. അപ്പം ആ കുടുംബം അറിയപ്പെടുന്നത് ആളുടെ പേരില്ല. അബ്രാഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര തന്നെ. സാറയുടെ കുടുംബം എന്ന് എല്ലാവരും പറയാറുണ്ടോ? അബ്രാഹത്തിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അബ്രാഹും ഭാര്യമാരും പിള്ളേരും എല്ലാം കൂടെ ഉണ്ട്. ഇതുപോലെയാണ്. അപ്പോൾ ഒരു 5000 പുരുഷന്മാർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഒരു 10-50,000 ആൾക്കാർ കാണുമായിരിക്കും അല്ലേ? ഒരു വീടിൻ്റെ 10 പേര് വെച്ച് കൂട്ടിയാൽ പോലും എങ്ങനെ പോയാലും ഒരു 25,000-നും 50,000-നും 60,000-നും ഒക്കെ അടുത്ത് ആൾക്കാരുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇമാതിരി ആൾക്കാരാണ് അവിടെ കൂടിയേക്കുന്നത്. അന്നേരമാണ് ഈ അപ്പസ്തോലന്മാർ എന്ന് പറഞ്ഞത്, താഴത്ത് കടയിൽ പോയിട്ട് വല്ലതും മേടിച്ച് തിന്നാ ഇവരോട് പറയാൻ. ഇന്ന് അവിടെ പാലസ്തീനയിലോ പ്രത്യേകിച്ച് അപ്പം വർദ്ധിപ്പിച്ച ഗലീലി തീരത്തോ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 ഹോട്ടലിൽ ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. ഇന്ന് പോലും ഇല്ല. അന്നത്തെ കാലം നിങ്ങൾ ആലോചിച്ചു, ഇത്രയും പേര് എന്നാൽ എവിടെ നിന്ന് അപ്പം കിട്ടാനാണ്? എവിടെ ചുട്ടു വെച്ചേക്കുന്നത്? ബൈബിളിൽ ചില വായിക്കുന്നതൊക്കെ, ഒരുത്തൻ അപ്പമില്ലാതെ അയലോകത്ത് വീട്ടിൽ രാത്രി മുട്ടിട്ട് എനിക്കൊരു 3 അപ്പം വായ്പ തരിക എന്നേ. കേട്ടാ അറിയാം നമുക്ക് അവരെ അന്നത്തെ സ്ഥിതി എന്താണ്. അന്നേരമാണ് അപ്പസ്തോലന്മാർ പറയുന്നത്, നമുക്ക് താഴത്ത് കടയിൽ പോയിട്ട് മേടിച്ച് തിന്നാൻ പറഞ്ഞു വിട്ടാലോ എന്നൊക്കെ ഈ അപ്പസ്തോലന്മാർ ചോദിക്കുന്നത്. ആ സമയത്ത് ഈശോയുടെ മറുപടി എന്താണ്?
അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഇതെന്നാ പറച്ചിലാണ്. ഇവര് വന്നിട്ട് ഈശോയുടെ അടുത്ത് പരിതാപം പറയാം. ഉടനെ ഈശോ പറയാം, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തന്നെ അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഇരിക്കുന്ന മനുഷ്യനെ വിളിച്ചിട്ട് ഇവർക്കെല്ലാം വല്ലതും തിന്നാൻ കൊടുക്കാൻ പറഞ്ഞാൽ എന്നാ ചെയ്യും? അച്ഛൻ ഇതെന്നെ ഈ പറയണേന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മളോട് പറഞ്ഞാൽ വല്ലതും നടക്കുമോ? ഈശോ ഈ കണ്ട ജനാവിന് മുഴുവൻ മലയുടെ ചോട്ടി ഇങ്ങനെ തിങ്ങി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ തന്നെ വല്ലതും തിന്നാൻ കൊടുക്കാൻ. നമ്മളെങ്ങനെ എന്നാ പറഞ്ഞാനെ ഒരുമാതിരി വർത്താനം പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയാൽ ഞങ്ങൾ വണ്ടേ കുടിക്കില്ലായിരുന്നു, ഇതിപ്പം ആരെടുത്ത് കൊടുക്കാൻ എവിടെ ഇരുന്നിട്ടാണ് എന്ന് ചോദിച്ചു. പക്ഷെ എന്നിട്ട് അപ്പൊ അവരന്നേരം പറഞ്ഞ മറുപടി എന്നാണ്? അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്ന് അവർക്കങ്ങ് ഭക്ഷണം കൊടുക്കട്ടെ. ഇവരുടെ ചോദ്യമാണ്. കേട്ടാൽ നിങ്ങൾക്ക് എന്നെ പ്രത്യേകിച്ചും തോന്നാത്തതെന്ന് എനിക്കറിയാം. 200 ദനാറാന്ന് പറഞ്ഞാൽ എന്തോ രൂപ ഉണ്ടാവുന്ന വിചാരം? ഇന്നത്തെ കണക്കിന് ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടാവുന്ന കൂട്ടിക്കോ. കാരണം ഒരു ദനാറ ഒരാളുടെ ഒരു ദിവസത്തെ കൂലി എന്നൊക്കെ ഒരു പരാമർശം ബൈബിളിൽ തന്നെയുണ്ട് അല്ലേ? ഒരു ദനാറയ്ക്ക് കൂലി ചെയ്യാന്ന് പറഞ്ഞാണല്ലോ നീ എന്നോട് സമ്മതിച്ചിരുന്നത്, നിനക്ക് ഇട്ടവെള്ളം മേടിച്ചിട്ട് പൊക്കോളൂ എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ ഒരാളുടെ ഒരു ദിവസത്തെ കൂലി, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നല്ല ജോലി ചെയ്യുന്ന ഒരാളുടെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഒരു ദിവസത്തെ കൂലി ഒരു 12,000 രൂപ ഒന്നും കൂട്ടിക്കോ. ഇൻറ്റു 365, 1000 രൂപ ദിവസം കിട്ടിയാൽ പോലും 365 എന്ന് പറയുമ്പം അപ്പൊ അത്രയുണ്ട്, അത്ര ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അപ്പസ്തലന്മാർ പറയുകയാണേ, അത്രയും ലക്ഷം പൈസക്ക് ഞങ്ങൾ അങ്ങോട്ട് അപ്പം മേടിച്ചോണ്ട് കൊടുക്കട്ടെ എന്ന്. ഒന്നാമത്തെ കാര്യം, ഒരു 5 ലക്ഷം രൂപയ്ക്ക് ബ്രെഡ് മേടിക്കാൻ നിങ്ങൾ ഈ കുന്നംകുളത്തോട്ടോ തൃശ്ശൂർക്ക് ചെന്നാൽ പോലും കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് ഇവിടെ പോലും കിട്ടാൻ ഒരു സാധ്യതയില്ല. ഇതെല്ലാം മേടിച്ചോണ്ടാ ചുമന്നോണ്ടിരാൻ പറ്റുമോ? ഇനി ഇതൊക്കെ പോട്ടെ, ഇത് മേടിക്കാൻ മാത്രം കാശ് നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്ന്? ഈ അപ്പസ്തലന്മാരുടെ കയ്യില് ഇനി മാത്രം കാശ് വെച്ചോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരൊരു നാണം ഇല്ലാണ്ട് ഇരിക്കുക, ഞങ്ങളൊരു 200 ദനാറയ്ക്ക് അപ്പം മേടിച്ചു കൊണ്ട് കൊടുക്കട്ടെ എന്ന്. പാവ അപ്പസ്തലന്മാർ. ഇവര് ചോദിച്ചു. അത് കഴിഞ്ഞപ്പം ഇതൊക്കെ വായിച്ചിട്ടാണ് അല്ലേലും അച്ഛന്മാർക്കൊരു ബുദ്ധിയില്ലെന്ന് ആൾക്കാർ പറയണം. ചുമ്മാ ഓരോന്നങ്ങ് പറഞ്ഞേക്കുവാണ് എന്ന് പറഞ്ഞു. എങ്ങനെ ഉണ്ടാവും? ഈ അപ്പസ്തലന്മാരുടെ വംശപരമ്പരപ്പെടുന്നതല്ലേ. അപ്പൊ എന്നിട്ട് ബാക്കി എന്താ? അപ്പൊ എന്നിട്ട് ഈശോ എന്ത് ചോദിച്ചു? നിങ്ങളുടെ കയ്യിൽ എന്നാ ഉണ്ട്? അപ്പൊ അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, പേടിക്കണ്ട കർത്താവേ, ഇഷ്ടം പോലെ ഉണ്ട്. 5 അപ്പം ഉണ്ട്, 2 മീനും ഉണ്ട്. ശരിയാക്കാം. ഇനി എന്താണ് സംഭവിക്കുന്നത്? പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായിരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. പുൽത്തകിടിയിൽ ഇങ്ങനെ പുൽത്തകിടി ഇങ്ങനെ നടക്കാണ്. അവിടെ കൂട്ടം കൂട്ടമായി. ഈശോ എങ്ങനെ ഇരിക്കാനാണ് അവരോട് പറഞ്ഞത്? ഹല്ലേലൂയ. എങ്ങനെ ഇരിക്കാനാണ് പറഞ്ഞത്? കൂട്ടം കൂട്ടമായിരിക്കാൻ. അതെന്ത് പരിപാടിയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ അപ്പം വിളമ്പാനാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന ആ സൗകര്യം? വരിയായിട്ടിരിക്കുന്നതല്ലേ? കൊടുത്തങ്ങ് പോയാ പോരെ? കർത്താവ് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ വരിയായിരിക്കാൻ അവരോട് കൽപ്പിക്കൂ? ഈ വരി അങ്ങ് പോയിട്ട് ഇങ്ങനെ വന്നാൽ പോരെ? പകരം ഈശോ എന്താണ് അവരോട് കൽപ്പിച്ചത്? നിങ്ങൾ കൂട്ടം കൂട്ടമായിരിക്കൂ. ഇവിടെ ഒരു കൂട്ടം, അവിടെ ഒരു കൂട്ടം, അങ്ങനെ കൂട്ടം കൂട്ടമായിട്ടിരിക്കും. കൂട്ടം കൂട്ടമായിരുന്നേ കൊടുത്ത് ഏത് കൂട്ടത്തിലാണ് കൊടുത്തതെന്ന് പോലും അറിയത്തില്ലായിരിക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഓർത്തു വയ്ക്കണം. എങ്ങനെ ഇരിക്കാൻ കൽപ്പിച്ചു? കൂട്ടം കൂട്ടമായിരിക്കാൻ കൽപ്പിച്ചു. ഇനി അടുത്തത് എന്താണ്? അപ്പൊ അവരെങ്ങനെയുള്ള കൂട്ടമായിട്ടിരുന്നു? 50ഉം 100ഉം വീതമുള്ള കൂട്ടങ്ങളായിട്ട് അവരിരുന്നു. അവരത് കേട്ടിട്ട് 50, 100 ഒക്കെ വീതം വട്ടത്തിൽ കൂട്ടമായിട്ടിരുന്നു. എന്നിട്ടോ അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് എന്നിട്ട് അപ്പം മുറിച്ചു. അപ്പവും മീനും എന്ന് പറഞ്ഞാൽ അത് ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ സൂത്രം ഓർമ്മ വരും. എന്താണ് ഓർമ്മ വരിക? വിശുദ്ധ കുർബാന ഓർമ്മ വരും അല്ലേ? വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യം ഈശോ ചെയ്യുന്നത്. ഇത് വിശുദ്ധ കുർബാനയല്ല, പക്ഷെ വിശുദ്ധ കുർബാന സ്ഥാപിക്കാൻ നടത്തുന്ന ഒരുക്കത്തിന്റെ ഭാഗമാണിത്. അങ്ങനെ ഈശോ ഈ അപ്പം 2 അപ്പവും 5 അപ്പവും 2 മീനും എടുത്തു അപ്പം എടുത്തു വാഴ്ത്തി. മീനിനൊരർത്ഥമുണ്ട്. എന്നാന്നറിയാം? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കാസയിലൊക്കെ മീനിന്റെ പടം വരച്ചിട്ടില്ലേ? ചിലതരത്തൊക്കെ ഇങ്ങനെ മീനിന്റെ പടം വരച്ച് വയ്ക്കും. ആദിമ ക്രൈസ്തവരുടെ അടയാളമായിരുന്നു മീൻ. അത് ഈശോ വർദ്ധിപ്പിച്ച മീനല്ല. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു നോക്കിയോ, പല സ്ഥലത്തും ഈ എംബ്ലങ്ങളിലൊക്കെ മീനിന്റെ പടം കാണും. ആദിമസഭ പാത്തിരുന്ന സ്ഥലങ്ങളിൽ, ഒളിച്ചു പ്രാർത്ഥിക്കുമെന്ന സ്ഥലങ്ങളിലൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി അവർ മീൻ വരച്ചു വയ്ക്കുമായിരുന്നു. മീൻ കണ്ട നമ്മുടെ വിട എന്നുകൊണ്ട് ആൾക്കാർ കയറായിരുന്നു. എന്താന്ന് കാരണം എന്നറിയോ?
മനുഷ്യരക്ഷകനായ ഈശോ എന്നതിൻ്റെ ഷോർട്ട് ഫോം ഗ്രീക്കിൽ എഴുതുന്നത് ഇക്തൂസ് എന്നാണ്. ആദ്യത്തെ അക്ഷരങ്ങൾ നമ്മൾ IHS എന്നൊക്കെ എഴുതുന്ന പോലെ ഇക്തൂസ് എന്ന് എഴുതും. ഇക്തൂസ് എന്ന് പറഞ്ഞാൽ മീൻ എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മീൻ എന്ന് ഈശോയെക്കുറിച്ച് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈശോയുടെ തന്നെ ഒരു പ്രതീകമാണ് മീൻ. ഈശോ തന്നെ അർപ്പിച്ചു എന്നൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ആ മീൻ അവിടെ ഉള്ളത്. ഇനി ഈശോ അപ്പം എടുത്തു, വാഴ്ത്തി, എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ടോ ഈശോ അത് ചുമ്മാ കൊടുക്കുകയാണോ ചെയ്തത്? മുറിച്ചാണ് കൊടുത്തത്. അതുകൊണ്ടാണ് ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ എന്ന് നമ്മൾ പിന്നെ വായിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നോർത്തേ, വട്ടത്തിലിരിക്കുന്നേക്കാൾ എളുപ്പം നീളത്തിലിരിക്കുന്നതാണ്. ഇനി അപ്പം മുറിച്ചു കൊടുക്കുന്നതാണ് എളുപ്പം, ഫുള്ളായിട്ട് കൊടുക്കുന്നതാണ് എളുപ്പം? എല്ലാവർക്കും ഓരോന്നിടത്തും കൊടുത്തു പോയാൽ പോരെ? എന്തിനാ ഇത് മുറിച്ച് വീണ്ടും കൂടുതലാക്കുന്നത്? പക്ഷെ ഈശോ അത് മുറിച്ചാണ് കൊടുക്കുന്നത്. വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നതാണത്. മുറിച്ചു കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്നിട്ട് അത് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. എന്നിട്ടോ ആ 2 മീനും എല്ലാവർക്കുമായി വിഭജിച്ചു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. എന്നിട്ടോ ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങളും മീനും 12 കൊട്ട നിറയെ അവർ ശേഖരിച്ചു. ഇതാണ് സംഭവം. ഇനിയാണ് ഇതിനകത്തുള്ള ഓരോരോ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. പറഞ്ഞു വന്ന കാര്യം, ഒന്നാമത്തെ കാര്യം എന്താണ്? ഇതാരെയാണ് വിളമ്പാൻ ഏൽപ്പിക്കുന്നത്? ഇനി ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇടി മേടിക്കും. അപ്പസ്തോലന്മാരെയാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഈ കണ്ട 5000 പുരുഷന്മാരെ ഉൾപ്പെടുന്ന ഇത്രയും വലിയ ജനസമൂഹത്തിന് വിളമ്പാൻ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ? അന്നാ മുമ്പ് ഇരിക്കണം നല്ല ചേട്ടന്മാരൊക്കെ വന്നേ കൊട്ടയ്ക്കായിട്ട് പോ എന്ന് പറഞ്ഞില്ല അല്ലേ? ഇത്രയും പേർക്ക് 12 പേര് വിളമ്പി എപ്പോൾ തീരാനാണ്? മനുഷ്യൻ വിശന്ന് പോലും ചാവാൻ നിൽക്കുകയാണ്. പക്ഷെ അത് വിളമ്പാൻ ഈശോ 12 പേരെ മാത്രമേ ഏൽപ്പിച്ചുള്ളൂ. കാരണം എന്തായിരുന്നു? അവരായിരുന്നു കർത്താവിൻ്റെ പൗരോഹിത്യം സ്വീകരിച്ചവർ. അവരാണത് വിളമ്പിയത്. ഈശോ അവരോട് ആദ്യം പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അന്നേരം അവർ ഓർത്തു കർത്താവ് ഇത് എവിടെ നിന്ന് കൊടുക്കാനാണ്. പക്ഷെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അന്ന് മുതൽ ഇന്ന് വരെ, ഇന്ന് ഇവിടെ നമ്മൾ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ പോലും നമുക്ക് ഭക്ഷിക്കാൻ തരുന്ന ആരാണ്? അവരാണ്. കർത്താവ് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ തന്നെ ഇത് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. ഈശോ വാഴ്ത്തി വിഭജിച്ച ആ അപ്പത്തെ അന്ന് മുതൽ ഇന്ന് വരെ ഭക്ഷിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആരാണ്? ഈ അജപാലകരാണ്. നമ്മളതിനെ നിസ്സാരമായി കരുതരുത്. ആ വിശന്ന് വലഞ്ഞിരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ കർത്താവ് അവരെയാണ് ഏൽപ്പിച്ചത്. നമ്മളെയൊക്കെ പരിപാലിക്കാൻ ഏൽപ്പിച്ചേക്കുന്നതാണ്. അങ്ങനെ പരിപാലിക്കാനുള്ള കടമയൊക്കെ ഞങ്ങൾക്കുണ്ട്. അതങ്ങനെയാണ്. ഇനി ഈ വട്ടമായിട്ടിരിക്കാൻ പറഞ്ഞ എന്തായിരുന്നു? അന്ന് അവര് ആ പുൽത്തകടിയിൽ വട്ടമായിട്ടിരുന്നു അല്ലേ? ഇന്നിങ്ങനെ സങ്കല്പിച്ച് നോക്കി. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കുറെ ഉയർന്ന് ആകാശത്തിൽ നിന്ന് താഴത്തോട്ട് നോക്കുവാന്ന് വിചാരിച്ചു. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുവാണ്. നിങ്ങൾ എന്ത് കാണുമെന്നറിയാമോ? അന്ന് അവർ ഇരുന്നത് പോലെ 100ഉം 500ഉം ഒക്കെ വീതമുള്ള കുഞ്ഞു കുഞ്ഞു കൂട്ടങ്ങളായിട്ട് ഈ അപ്പം പങ്കുവെച്ച് തരുന്നത് സ്വീകരിക്കാനായി ഇവിടെ ഇടവക സമൂഹങ്ങൾ വളർന്നു വന്നിരിക്കുന്നത് കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് കർത്താവ് സ്ഥാപിച്ചതാണിത്. അല്ലാണ്ട് ഈ ഇടക്കാലത്ത് നമ്മൾ ഉണ്ടാക്കിയെടുത്തതല്ല. ഈശോയുടെ സംസ്ഥാപനമാണ് നമ്മുടെ സമൂഹങ്ങൾ. നമ്മളംഗമായിരിക്കുന്ന ഇടവക സമൂഹങ്ങളും കൂട്ടായ്മകളും കർത്താവ് സ്ഥാപിച്ചതാണ്. ആ കൂട്ടായ്മയ്ക്ക് അകത്താണ് ഈ ബലി അർപ്പിക്കപ്പെടുന്നത്. ആ കൂട്ടായ്മയുടെ അകത്താണ് ഈശോ ആശീർവദിച്ച അപ്പം അവിടുത്തെ പുരോഹിതർ വിളമ്പുന്നത്. അന്ന് ആ കുട്ട അപ്പം എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ബാക്കി എത്ര കുട്ട ബാക്കി വന്നു? 12 കുട്ട ബാക്കി വന്നു. എന്താ അതിന്റെ അർത്ഥം? അർത്ഥം ഇത്രയേ ഉള്ളൂ. 12 പേർക്കും ഓരോ കുട്ട വീതം. 12 പേർക്കും ഓരോ കുട്ട വീതം ബാക്കി വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ 12 പേരും അവർക്ക് നൽകപ്പെട്ട ആ വലിയ നിക്ഷേപപാത്രമാകുന്ന കുട്ടയുമായി ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രയായി. അതിലൊരപ്പസ്തോലൻ അവിടുന്ന് കപ്പൽ കയറി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ഈ ഇന്ത്യയിലെ കുഞ്ഞ് കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഇച്ചിരി നേരം വണ്ടി ഓടിച്ചു പോയാൽ എത്താൻ പറ്റുന്ന അവിടെ വന്ന് കപ്പലിറങ്ങി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി
ഈ മിശിഹായുടെ സുവിശേഷം പ്രഘോഷിച്ചു. നമ്മുടെ ഈ നാട്ടിക്കൂടെയൊക്കെ നടന്ന് അവരോടൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞു. തോമാസ്ലീഹ പറഞ്ഞു കാണും, പണ്ട് അപ്പം വർദ്ധിപ്പിച്ചപ്പോ ഞാനും അവിടെ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഒരു കൊട്ട, അതിങ്ങനെ കൊടുത്തു പോയിട്ട് തീർന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ നാട്ടിൽ ആ അപ്പസ്തോലൻ ഈ സുവിശേഷം പ്രഘോഷിച്ചു. അങ്ങനെ വിശ്വസിച്ചവരെ പരിശുദ്ധ മാമോസ നൽകി ക്രിസ്തുവിന്റെ ശരീരമാക്കി ഒരുമിച്ച് ചേർത്തു. എന്നിട്ട് ആ ശരീരത്തെ പരിപോഷിപ്പിക്കാനായി കർത്താവായ മിശിഹാ തന്നെ ആശീർവദിക്കുന്ന ആ അപ്പം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന കുട്ടയിൽ നിന്ന് അന്ന് മുതൽ ഇന്നു വരെ ഈ മാർത്തോമാസ്ലീഹായുടെ സഭയിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇവിടെ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ഇന്ന് നമ്മളെ കൂടെ സംരക്ഷിക്കാൻ വേണ്ടി ഈശോ അന്നേ സ്ഥാപിച്ച ഈ സംവിധാനത്തിന്റെ ഭാഗമാണ് നമ്മൾ. ഈ പരിശുദ്ധ സഭയുടെ ഭാഗമാണ്. ആ സഭയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളും? നമ്മുടെ വീട്ടിലിരുന്നിട്ട് കണ്ട വാർത്തയും കണ്ടിട്ട് ഈ സഭയെ കുറ്റം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ കൃപ ലഭിക്കും? ആലോചിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറ ഈശോ മിശിഹായുടെ തിരുസഭയും അതിനെ പരിപാലിക്കുന്ന പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയാണ്. അതിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അതിനോടുള്ള ബന്ധവും വിധേയത്വവും കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളൊക്കെ തകരും. അത് കേൾക്കാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ തകരാറുകൾ സംഭവിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയോ, കാലാകാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ആവശ്യമായ എന്തുമാത്രം നന്മകൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ നോക്കുക, നമ്മുടെ വൈദികരൊക്കെ എല്ലാ ആൾക്കാരും എന്നിട്ട് ധാരാളം കുഞ്ഞുങ്ങളുണ്ടാകണം നമുക്കെന്നൊക്കെ പറയണില്ലേ? നിറച്ച് കേൾക്കണില്ലേ? നമ്മൾ കേൾക്കുമ്പോൾ എന്നാ ചെയ്യുക? അച്ഛന് വേറെ പണിത്, അച്ഛന് ഈ പങ്കപ്പാടം നടത്തില്ലോ, അച്ഛന് പിള്ളേരെ വളർത്തി പരിചയമില്ല, അച്ഛന് പറഞ്ഞാൽ മതി, നമ്മൾ വേണം ഇതിനെയൊക്കെ വളർത്താൻ. തീറ്റയാക്കി ആര് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ്, കാക്കിരി പിക്കിരി എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ കരണേന്റെ പങ്കപ്പാടം അച്ഛനറിയാൻ മേലായിട്ടാണ് എന്നും പറഞ്ഞ് നമ്മളിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മളോടും നമ്മുടെ കുടുംബങ്ങളോടും അരുൾ ചെയ്യുന്നത് എന്താണെന്ന് കർത്താവ് അന്നും ഇന്നും നിത്യം ജീവിക്കുന്ന പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയിലൂടെ നമ്മളോട് പറയുമ്പം നമ്മളതിനെ വിലമതിക്കണം. അതിനെ വിലമതിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ധ്യാനകേന്ദ്രം, ഈ അച്ഛന്മാര് വേറെ എന്തെങ്കിലും പഠിക്കാറുണ്ട്, അവർക്ക് അവിടെ കുത്തി ഇതൊക്കെ ഇവിടെ പണിതുണ്ടാക്കി നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഇവിടെ ധ്യാനമൊക്കെ നടത്തി. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി. നമ്മുടെ കണ്ണുനീര് കർത്താവിന്റെ സന്നിധിയിൽ കാണപ്പെടുന്നത് കൊണ്ടുള്ള വേദന കൊണ്ടാണത്. അങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് വേദനിക്കുന്ന കർത്താവിന്റെ പൗരോഹിത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ വീഴ്ചകളെ കുറിച്ച് വ്യസനിക്കുന്ന കർത്താവിന്റെ പൗരോഹിത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അന്ന് അവിടത്തേക്ക് അവരുടെ മേൽ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയായിരുന്നു. അവരവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് ഈശോയെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ ഈശോ തന്റെ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും ഞാൻ കൽപ്പിച്ചവ അനുസരിക്കാൻ പഠിപ്പിക്കുവിൻ. അത് പഠിപ്പിക്കുമ്പം നമ്മൾ മാത്രം സ്വീകരിക്കാതിരുന്ന എങ്ങനെയുണ്ടാവും? അല്ലേ? അത് പഠിപ്പിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയും. പലപ്പോഴും ഉണ്ടല്ലോ, ഞാൻ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും മോശമായ, മ്ലേച്ഛമായ, വൃത്തികെട്ട, പാപകരമായ ഒരു നാട്ടിലെ പറച്ചിൽ എന്നാന്നറിയോ? നിങ്ങൾ പറയാറുണ്ടോന്ന് എനിക്കറിയാം. പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളവരുന്ന് കൈവർത്തിക്ക്. പറഞ്ഞിട്ടുള്ളവരുടെ കാര്യം പോട്ടെ, കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിൽ സ്ഥിരം പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താ? അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നാണ് അല്ലേ? ചുമ്മാ പള്ളി പറയാൻ കൊള്ളാം, ഞങ്ങൾ ആരും അനുസരിക്കത്തില്ല എന്നാ അതിന്റെ അർത്ഥം. പള്ളിയിൽ അച്ഛൻ എന്തേലും പറയും, വല്ലവരും കേൾക്കാനോ? ഞങ്ങളെ ഞങ്ങളെ വഴിക്കും, അച്ഛൻ അവിടെ തൊഴിലില്ലാത്തോണ്ട് എന്തേലും പറയും എന്ന് പറഞ്ഞാൽ ദൈവസ്വരത്തെ പച്ചയ്ക്ക് ഞങ്ങൾ അവഗണിക്കും എന്നതാണ് ആ ചൊല്ല്. നമ്മൾ വലിയ കേമായിട്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ട് കിടക്കും അല്ലേ? ആലോചിച്ച് നോക്കി. ദൈവം അരുൾ ചെയ്യുന്നവയെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ അവിടുത്തെ അഭിഷിക്തരിലൂടെ കർത്താവ് സജീവവും ഊർജ്ജസ്വലവുമായ വചനത്തെ ഇന്നും അയക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വിലയില്ല എന്ന് നമ്മൾ തന്നെ പറയുകയാണ്. പള്ളി പറഞ്ഞാൽ മതിയെന്നേ, ഇങ്ങോട്ട് പറയണ്ടാന്ന്. ഞങ്ങളൊന്നും വിശ്വസിക്കാൻ ഏറ്റെടുക്കാനും പോണില്ല. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? പിന്നെ ആർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും? അതുകൊണ്ടാണ് ഈശോ പറയണത്, അങ്ങനെ കണ്ണി കണ്ട കാട്ടിക്കോടെ നടക്കണ കാട്ടുജീവികളായിട്ട് നടക്കരുത്, നിങ്ങൾ എന്നിൽ വസിക്കണം, അപ്പൊ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്ത് പറ്റും? മുറിച്ച ശാഖ പോലെ അത് മാറ്റപ്പെടും. എന്നിട്ട് ആ ചില്ലകൾ വാരി
ബൈബിളിൽ തന്നെ എഴുതിയേക്കുന്ന ഭാഗം എടുത്ത് വായിച്ചു നോക്കിയോ, എങ്ങനെയാ അത് തീയിലിട്ട് അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കത്തിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? തീ എന്ന് പറഞ്ഞാൽ എന്താ? നരകമാണ്. നരകത്തിൽ പോകുന്ന അർത്ഥം. പരിശുദ്ധ സഭയെ കേൾക്കാതിരിക്കുന്നവർ, പരിശുദ്ധ സഭയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാതിരിക്കുന്നവർ, ഇത്രയും വലിയ ദാനം നൽകി നിന്നെയും മാമോദിസയാൽ തിരുസഭയോട് ഒട്ടിച്ചു ചേർത്തിട്ടും അതിനോട് ചേർന്ന് നിൽക്കാത്തവർ നരകത്തിൽ പോകും എന്നാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള അർത്ഥം. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഇരുന്ന് മടുത്തോ? എഴുന്നേറ്റ് നിൽക്കാം. ബൈബിളൊക്കെ അടച്ചു വെച്ചോ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ച കാര്യത്തെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള ഒരു വീണ്ടും വിചാരമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയെ, എന്തുമാത്രം ഗൗരവത്തോടെയാണ് ഞാൻ അങ്ങയുടെ പ്രബോധനങ്ങളെ സ്വീകരിക്കേണ്ടത്. നാട്ടുകാർ പറയുന്ന കാര്യമൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നിരന്തരം പറയാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമാണ്. എന്നാൽ പലപ്പോഴും അങ്ങയുടെ വചനം ഞങ്ങളെ ബാധിക്കുന്നേയില്ല. അവിടുന്ന് അരുൾ ചെയ്തു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കും, അപ്പോൾ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശരീരമാകുന്ന പരിശുദ്ധ സഭയിൽ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും കൂട്ടിച്ചേർന്ന് ഒട്ടി നിന്ന് വസിക്കുമെങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ എൻ്റെ വാക്കനുസരിക്കുമെങ്കിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ ഈശോയെ, പലപ്പോഴും ഞങ്ങൾ പലതും ചോദിച്ചിട്ടുണ്ട്. പലതും ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് മാത്രം ഇഷ്ടമുള്ളതാണ്. അങ്ങയുടെ ശരീരത്തോട് ചേർന്ന് നിന്ന് അങ്ങേക്കും ഞങ്ങൾക്കും ഇഷ്ടമുള്ളതല്ല ഞങ്ങൾ ചോദിക്കാറുള്ളത്. ഇനി മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അതാണ്. പരിശുദ്ധ സഭയ്ക്കും എനിക്കും നന്മയായിട്ടുള്ളവ, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ സഭയിൽ ഉത്തമമായ ഒരു അവയവമായി നിലനിൽക്കാനുള്ള കൃപയാണ് അവിടുന്ന് എനിക്ക് തരേണ്ടത്. സജീവമായ അവയവമായി മാറാൻ, തിരുസഭയാകുന്ന അങ്ങയുടെ ശരീരത്തെ ആദരവോടെ സ്നേഹിക്കാൻ, കർത്താവെ, അതിൻ്റെ കുറവുകൾ പരിഗണിക്കാതെ ആ ശരീരത്തെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ കത്തോലിക്ക കുടുംബങ്ങളൊക്കെ അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അനേകം ആളുകൾ ഈശോയെ അറിയാൻ ഇടവരട്ടെ. ഈശോയെ അറിയുന്നവർ ആ പരിശുദ്ധ മാമോദീസ സ്വീകരിക്കാൻ ഇടയാകട്ടെ. പരിശുദ്ധ മാമോദീസ വഴിയായി അങ്ങയുടെ ശരീരത്തോട് ഒട്ടിച്ചേരാൻ അനേകം ആളുകൾക്ക് ശക്തമായ പ്രചോദനം ഉണ്ടാകട്ടെ. കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെ വസിക്കട്ടെ. നമുക്ക് ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള പരിശുദ്ധ മാമോദീസയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ കൂദാശകളിലൂടെ ഞങ്ങളുടെ ആത്മാവിനെ അവിടുന്ന് പരിപോഷിപ്പിക്കുന്നതിനാൽ അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, പരിശുദ്ധ മാമോദീസയിൽ ഞങ്ങൾക്ക് ജന്മം നൽകി അങ്ങയുടെ ശരീരത്തിന്റെ അവയവങ്ങളും ദൈവമക്കളുമായി ഞങ്ങളെ ഉയർത്തിയതിന് അങ്ങേ ആരാധിക്കുന്നു. ധൈര്യലേപനത്തിലൂടെ അങ്ങയുടെ ആത്മാവിനെ എന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രകാശമായി എന്നിലേക്ക് അയച്ചിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാനയാൽ എന്നെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ ശരീരത്തിന്റെ ജീവനുള്ള ഭക്ഷണത്താൽ നിത്യജീവനിലേക്ക് എന്നെ നയിക്കുകയും ചെയ്തതുകൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വീഴ്ചകളിൽ കൈത്താങ്ങായി അങ്ങയുടെ കുരിശുമരണത്തിന്റെ യോഗ്യതകൾ കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിച്ചതിന് പരിശുദ്ധ കുമ്പസാരത്തെ പ്രതി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വിവാഹമെന്ന
പരിശുദ്ധ കൂദാശയാൽ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് സ്ഥാപിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ രോഗീലേപനത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും സുഖപ്പെടുത്തുന്നത് കൊണ്ട് അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ വലിയ ദാനങ്ങളാകുന്ന ആത്മീയ കൃപകളാകുന്ന പ്രസാദവരത്തിന്റെ നിരന്തരമായ ഒഴുകൽ ഞങ്ങളിലേക്ക് നടക്കുന്നതിനായി അങ്ങ് സ്ഥാപിച്ച പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയോർത്ത് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, 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 ആരാധന. ഉദാശകളോടെ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. വൻ കൃപകളെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ സഭയെക്കുറിച്ച് അങ്ങേ ആരാധിക്കുന്നു. സഭയുടെ അവയവമാകാൻ അവിടുന്ന് തെരഞ്ഞെടുത്തതിനെ അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവെ അങ്ങേ ആരാധിക്കുന്നു. ആത്മാവിന്റെ ശുശ്രൂഷകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തരം അവിടുന്ന് നൽകി അനുഗ്രഹിക്കണമേ. ഈ ധ്യാനത്തിന്റെ ശുശ്രൂഷകളെ, പൗരോഹിത്യത്തിലൂടെ നൽകപ്പെടുന്ന നന്മകളെ, പരിശുദ്ധ സഭയുടെ കൃപകളെ ഞങ്ങളുടെ മേൽ അവിടുന്ന് ശക്തിയോടെ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളിൽ ദൈവിക കൃപ നിറയാൻ ഇടയാക്കണമേ. ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അനുഗ്രഹം നിറയട്ടെ. കൃപയാൽ ഞങ്ങളുടെ കുടുംബങ്ങൾ നവീനമായി മാറട്ടെ. കുഞ്ഞുങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആരോഗ്യ മേഖലകൾ അനുഗ്രഹമുള്ളതായി മാറട്ടെ. കുഞ്ഞുങ്ങളുടെ ഭക്തിയുടെ മേഖലകളിൽ വലിയ വിശുദ്ധി ഉണ്ടാകട്ടെ. ആധ്യാത്മിക കൃപയുടെ കാലിൽ മക്കൾ വളർന്നു വരാൻ ഇടവരട്ടെ. കുഞ്ഞുങ്ങളെ നയിക്കാൻ ആവശ്യമായ ജ്ഞാനവും വിവേകവും അതിക്രമങ്ങളും മാതാപിതാക്കൾക്ക് നൽകപ്പെടട്ടെ. ദാമ്പത്യ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആധ്യാത്മിക സ്നേഹമായി മാറുകയും ചെയ്യട്ടെ. ഭാവങ്ങൾ നിരന്തരം പരിഹരിക്കപ്പെടട്ടെ. ആധ്യാത്മിക നന്മകൾ കൊണ്ട് അനുകരിക്കപ്പെടട്ടെ. പാപമേഖലകൾ വിട്ടുപോകട്ടെ. ശാശ്വത ബന്ധനങ്ങൾ ആളുകൊള്ളട്ടെ. അനുഭവം പരിപൂർണമായും കുടുംബങ്ങളിൽ വിട്ടുമാറട്ടെ. ദൈവിക ചൈതന്യം വ്യാപരിക്കട്ടെ. പ്രാർത്ഥനാനിരതരായിരുന്ന അപ്പോസ്തലന്മാരുടെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മേൽ സജീവശാലിയിൽ നിറഞ്ഞു വസിച്ച പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രാർത്ഥനാനിരതരായിരുന്ന സമൂഹത്തിന്റെ മേൽ നിറഞ്ഞു വസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന. കുടുംബബന്ധങ്ങൾ, വിവാഹജീവിതം, ഉദാശീന കൃപകൾ അവ ജ്വലിക്കട്ടെ. വിശുദ്ധിയോടെ യുവജനങ്ങൾ വർദ്ധിക്കട്ടെ. താഹമുണ്ടാകട്ടെ. സന്യാസം പ്രവർത്തിക്കട്ടെ. സന്യാസ ശുശ്രൂഷകളിലേക്ക്, പൗരോഹിത്യ ശുശ്രൂഷകളിലേക്ക് അവയുടെ കുഞ്ഞുങ്ങൾ വിളിക്കപ്പെടട്ടെ. കുടുംബങ്ങളിൽ ദൈവകൃപയുടെ സമൃദ്ധി ഉണ്ടാവട്ടെ. കുഞ്ഞുങ്ങളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ. ജീവന്റെ സമൃദ്ധി ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രീ ആരാധന, ആരാധന, കരങ്ങൾ ഉയർത്തി ആകർഷിക്കാൻ കർത്താവേ സഭാംഗങ്ങളായ ഇവരെ അഭിനയിക്കണമേ. അങ്ങയുടെ ശക്തിയുടെ അവയവമാകുന്നത് വലിയ സ്നേഹം നിറയട്ടെ. വലിയ സ്നേഹം നിറയട്ടെ. തിരുസഭാ സ്നേഹത്താൽ ജ്വലിക്കട്ടെ. തിരുസഭയോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കട്ടെ. ശ്രീ, 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 സൗഖ്യമാക്കുക. ഓ കർത്താവേ, ആദിവസഭയിലെ
അനുഗ്രഹിച്ച് അവിടുത്തെ ആശീർവദിക്കുന്നത് അനുഗ്രഹം ശക്തിയുടെ ആത്മാവ് ശക്തിയോടെ ഇടപെടട്ടെ. കുഞ്ഞുങ്ങൾ അങ്ങയുടെ ദാനമാണല്ലോ, അങ്ങയുടെ അടുക്കിലേക്ക് വരട്ടെ. അവരെ ആരും തടയാതിരിക്കട്ടെ. വിശുദ്ധിയോടെ വളർന്നു വരട്ടെ. ഞങ്ങളുടെ സഭയിൽ അനേകം വിശുദ്ധരാകട്ടെ. വിശുദ്ധരാൽ നയിക്കപ്പെട്ട രാജ്യമായി ഭാരതം മാറട്ടെ. ഓ ഈശോയെ, വിശുദ്ധരാൽ നയിക്കപ്പെട്ട രാജ്യമായി ഭാരതം മാറട്ടെ. പ്രാർത്ഥനാ ചൈതന്യം ഭൗതിക കാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾക്ക് വില കൊടുക്കട്ടെ. ഭൗതിക സന്തോഷത്തെക്കാൾ ആത്മീയ ആനന്ദത്തിന് വില കൊടുക്കുന്ന സമൂഹമല്ല. സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.